ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, വെൽക്കം ടു എഡ്രീം ക്ലാസ് റൂം. ഇന്ന് നമ്മൾ സോഷ്യോളജി ഓഫ് ഇന്ത്യയിലെ സെക്കൻഡ് ബ്ലോക്കിലെ 5th യൂണിറ്റിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. സോഷ്യോളജി ഓഫ് ഇന്ത്യയിലെ സെക്കൻഡ് ബ്ലോക്കിലെ 5th യൂണിറ്റാണ്. ചാപ്റ്റർ നെയിം കാസ്റ്റ്. ജാതിയെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഈ ചാപ്റ്ററൊക്കെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു ജനറൽ പേപ്പറാണ്. കാസ്റ്റ്, റിലീജിയൻ, അതേപോലെ തന്നെ ട്രൈബ്സ്, അങ്ങനത്തെയൊക്കെ ജനറലായിട്ടുള്ള നമ്മുടെ സൊസൈറ്റിയിലുള്ള ജാതി രൂപങ്ങളെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചാപ്റ്ററിൽ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പോയൻസിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. ഏത് ടോപ്പിക്കിൻ്റെയും പോയൻസിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്ന ഭാഗങ്ങൾ നിങ്ങൾ ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങളതായ രീതിയിൽ എഴുതാൻ ശ്രമിക്കുക. പോയൻസ് ആണ് കറക്റ്റ് ആയിരിക്കേണ്ടത്. അത് എക്സ്പ്ലനേഷനും വേണ്ട നല്ല, പക്ഷേ ടെസ്റ്റിൽ അതുപോലെ നിങ്ങൾ എഴുതി പിടിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മളതായ രീതിയിൽ നമുക്ക് എങ്ങനെയാണോ മനസ്സിലായിട്ടുള്ളത് അത് വെച്ചിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് എക്സ്പ്ലനേഷൻ എഴുതാൻ പഠിക്കണം. അപ്പോൾ നമ്മളുടെ സോഷ്യോളജി ഓഫ് ഇന്ത്യ ചാപ്റ്റർ 5 കാസ്റ്റ് എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്ക് കടക്കാം. എന്താണ്? ഫീച്ചേഴ്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റം. കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സുകൾ എന്തൊക്കെയെന്നാണ് പറയുന്നത്. അതിൽ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഈ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത് ഗുറേയാണ്. ഗുറെ എന്ന 1952 1962 ഗുറെ ആൻഡ് എമിനന്റ് സോഷ്യോളജിസ്റ്റ് ഐഡന്റിഫൈ 6 ഫീച്ചേഴ്സ്. 1962 ഒരു എമിനന്റ് സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ഗുറെയാണ് കാസ്റ്റ് സിസ്റ്റത്തെ ഐഡന്റിഫൈ ചെയ്തത്. 6 ഫീച്ചേഴ്സ് ആയിട്ടാണ് 1962 ഗുറെ കാസ്റ്റ് സിസ്റ്റത്തെ ഐഡന്റിഫൈ ചെയ്തത്. അതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ നമുക്ക് നോക്കാം. സെഗ്മെന്റൽ ഡിവിഷൻ ഓഫ് സൊസൈറ്റി, ഹയറാർക്കി, റെസ്ട്രിക്ഷൻ ഓൺ ഫീഡിംഗ് ആൻഡ് സോഷ്യൽ ഇന്ററാക്ഷൻ, സിവിൽ ആൻഡ് റിലീജിയസ് ഡിസബിലിറ്റി ആൻഡ് പ്രിവിലേജസ് ഓഫ് ഡിഫറെന്റ് സെക്ഷൻ, റെസ്ട്രിക്ഷൻ ഓൺ മാരേജ്, ലാക്ക് ഓഫ് അൺറെസ്ട്രിക്റ്റഡ് ചോയ്സ് ഓഫ് ഓക്യുപ്പേഷൻ. ഇങ്ങനെ 6 പോയിന്റിലൂടെയാണ് കാസ്റ്റിന്റെ ഫീച്ചേഴ്സ് ഇവിടെ ഗുറെ ഐഡന്റിഫൈഡ് ചെയ്യുന്നത്. അപ്പോൾ 1962 ഗുറെ കാസ്റ്റ് സിസ്റ്റത്തെ 6 ഫീച്ചേഴ്സിലൂടെയാണ് ഐഡന്റിഫൈ ചെയ്തത്. അതിലെ ഫസ്റ്റ് പോയിന്റ് നോക്കൂ. സെഗ്മെന്റൽ ഡിവിഷൻ ഓഫ് സൊസൈറ്റി. എന്താണ് സെഗ്മെന്റൽ ഡിവിഷൻ ഓഫ് സൊസൈറ്റി എന്ന് പറഞ്ഞാല്? സമൂഹത്തിനെ വിവിധ ഭാഗങ്ങളാക്കി തിരിക്കുക, അല്ലെ? സമൂഹത്തിന്റെ സെഗ്മെന്റൽ ഡിവിഷൻ എന്ന് പറയും. ദ ഹിന്ദു സൊസൈറ്റി ഈസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെന്റ് കാസ്റ്റ്. അപ്പോൾ ടീച്ചർ ഈ പോയിന്റ്സുകൾ എഴുതിയിട്ടുള്ളൂ. ഇത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് ബോർഡും എഴുതിയിട്ടിട്ടില്ല. ഞാൻ പറയുകയായിരിക്കും ചെയ്യുക. ടെസ്റ്റിൽ നോക്കിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരും. അപ്പോൾ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളെ കയ്യിലെ ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്ത് ആ വോയിസ് നന്നായിട്ട് മനസ്സിലാക്കുക. പോയിന്റ്സ് മാത്രമേ ടീച്ചർ ഇവിടെ എഴുതിയിട്ടിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നിങ്ങൾ ആ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ടീച്ചർ എന്താ പറഞ്ഞത്? കാസ്റ്റ് സിസ്റ്റത്തിന്റെ ഫസ്റ്റ് ഫീച്ചറാണ് സെഗ്മെന്റൽ ഡിവിഷൻ ഓഫ് സൊസൈറ്റി. എന്താണ് സെഗ്മെന്റൽ ഡിവിഷൻ ഓഫ് സൊസൈറ്റി എന്ന് പറഞ്ഞാല്? ദ ഹിന്ദു സൊസൈറ്റി ഈസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെന്റ് കാസ്റ്റ്. ഹിന്ദു സമൂഹത്തെ വ്യത്യസ്ത ജാതികളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. മാത്രല്ല, കാസ്റ്റ് മെമ്പർഷിപ്പ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ബർത്ത് ആൻഡ് നോട്ട് ബൈ സെലക്ഷൻ ആൻഡ് അക്കംപ്ലിഷ്മെന്റ്. ജാതി അംഗത്വം നിർണയിക്കുന്നത് ജനനം കൊണ്ടാണ്, തിരഞ്ഞെടുപ്പിലൂടെയും നേട്ടങ്ങളിലൂടെയുമല്ല. ഒരു ജാതിയുടെ മെമ്പർഷിപ്പ്, കാസ്റ്റ് മെമ്പർഷിപ്പ് എന്ന് പറയും. കാസ്റ്റ് മെമ്പർഷിപ്പ് തീരുമാനിക്കുന്നത് ബർത്തിലൂടെയാണ് എന്നാ പറയുന്നത്, ജനനത്തിലൂടെയാണ്. കാസ്റ്റ് മെമ്പർഷിപ്പ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ബർത്ത് നോട്ട് ബൈ സെലക്ഷൻ ആൻഡ് അക്കംപ്ലിഷ്മെന്റ്. ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിലൂടെയോ അതേപോലെ തന്നെ നേട്ടങ്ങളിലൂടെയോ അല്ല ജാതി അംഗത്വം തീരുമാനിക്കുന്നത്. ജാതി അംഗത്വം തീരുമാനിക്കുന്നത് ബർത്തിലൂടെയാണ്, ജനനത്തിലൂടെയാണ്. അതിനാൽ
പിന്നെന്താണ് പറയുന്നത്? ഹെൻസ് കാസ്റ്റ് സ്റ്റാറ്റസ് ഈസ് ടേംഡ് ഓഫ് ബീങ് അസ്ക്രൈബ്ഡ്. ജാതി പദവി ജനനം ആരോപിക്കപ്പെടുന്നു. അപ്പൊ ജാതിയുടെ സ്റ്റാറ്റസ്, കാസ്റ്റ് സ്റ്റാറ്റസ് ആരോപിക്കുന്നത് എങ്ങനെയാണ്? അപ്പൊ അസ്ക്രൈബ്ഡ് ചെയ്യുന്നത് എങ്ങനെയെന്നാ പറയുന്നത്? ജനനത്തിലൂടെയാണ്. ഒരാളുടെ ജാതി നിശ്ചയിക്കുക ജനനത്തിലൂടെ. അയാൾ ഏത് ജാതിയിലാണോ വളർന്നു വന്നത് അതാണ് അയാളുടെ ജാതി. അതുകൊണ്ടാണ് ജാതി നിർണയിക്കുന്നത് ജനനത്തിലൂടെയാണ് എന്ന് പറയാനുള്ള കാരണം. അടുത്ത പോയിന്റ് ആണ് ഹയറാർക്കി, ശ്രേണീകരണം. എന്താ ശ്രേണീകരണം എന്ന് പറഞ്ഞാല്? ഇപ്പൊ നമുക്കറിയാം ശ്രേണീകരണം എന്ന് പറഞ്ഞാൽ ഉയർന്ന ജാതി, മധ്യജാതി, താഴ്ന്ന ജാതി, അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ്, അങ്ങനെ ജാതിയെ 3 ഘട്ടങ്ങളായി തരംതിരിക്കുന്നതിനെയാണ് എന്ത് പറയുക? ശ്രേണീകരണം എന്ന് പറയുക. ഇപ്പൊ കാസ്റ്റ് ഓഫ് ഡിവൈഡഡ് ഇൻടു 3 ടൈപ്സ്: അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ് ആൻഡ് ലോവർ ക്ലാസ്. എന്താണ് ഇതിലൂടെ ശ്രേണീകരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. Caste system of specific scheme of social performance in which they are arranged in a social and ritual hierarchy. അതായത് എന്താ ഇവിടെ പറയുന്നത്? കാസ്റ്റ് സിസ്റ്റം ഓഫ് സ്പെസിഫിക് സ്കീം ഓഫ് social performance in which are arranged in social and ritual hierarchy. അതായത് ജാതിയെ അറേഞ്ച് ചെയ്യുന്നത് സാമൂഹികപരമായിട്ടും റിച്വൽ ആചാരപരമായിട്ടുള്ള ശ്രേണീക്രമത്തിലാണ്. കാസ്റ്റിനെ തരംതിരിക്കുന്നത് ഒരു റിച്വൽ എന്ന് പറഞ്ഞാൽ എന്താ? ആചാരപരമായിട്ടുള്ള. അപ്പോൾ ഒരു ആചാരപരമായിട്ടുള്ള ഒരു ശ്രേണീകരണത്തിലൂടെയാണ് കാസ്റ്റിനെ തരംതിരിക്കുന്നത്. അപ്പോൾ ദ കാസ്റ്റ് സിസ്റ്റം ഓഫ് എ സ്പെസിഫിക് സ്കീം ഓഫ് social performance in which they are arranged in a social and ritual hierarchy. ജാതിയുടെ പെർഫോമൻസിനെ, ജാതിയെ തരംതിരിക്കുന്നത് ഏത് രീതിയിലൂടെയാണ്? ഒരു ആചാരപരമായ രീതിയിലൂടെയാണ്. A sense of high and low, superiority and inferiority is associated with gradation or ranking. മാത്രല്ല ഇതെങ്ങനെയാണ്? ഗ്രഡീഷൻ ആയിട്ടും ഇതിന്റെ സുപ്പീരിയോറിറ്റി ആയാലും ഇൻഫീരിയോറിറ്റി ആയാലും അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിനെ തരം തിരിച്ചിട്ടുള്ളത് എന്നാ പറയുന്നത്? ഈസ് അസോസിയേറ്റഡ് വിത്ത് ഗ്രഡേഷൻ ഓർ റാങ്കിങ്. റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തില് ഉയർന്നത് താഴ്ന്നത് അങ്ങനെ റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് സുപ്പീരിയോറിറ്റിയും ഇൻഫീരിയോറിറ്റിയും നൽകുന്നത്. അപ്പൊ ഇത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇത് എന്തുമായി അസോസിയേറ്റഡ് ആണ്? റാങ്കിങ്ങുമായിട്ട് അസോസിയേറ്റഡ് ആണ്. ജാതി എന്ന് പറയുന്നതിന്റെ സുപ്പീരിയോറിറ്റി ആയാലും ഇൻഫീരിയോറിറ്റി ആയാലും അത് റാങ്കിങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. The Brahmins are placed at the top of the hierarchy and regarded as ritual, pure or supreme. ആചാരപരമായിട്ട് ശുദ്ധമായതും സുപ്രീം സുപ്രീം എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നതും ആരേനെയാണ്? ശ്രേണിയുടെ മുകൾ തട്ടിലുള്ള ബ്രാഹ്മണരെയാണ്. ആചാരപരമായി ശുദ്ധമായിട്ടും പരമോന്നതമായിട്ടും പ്യുവർ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധമായത്. സുപ്രീം എന്ന് പറഞ്ഞാൽ എന്താണ്? പരമോന്നതമായത്. അപ്പൊ പ്യുവർ ആയിട്ടും സുപ്രീം ആയിട്ടും കണക്കാക്കപ്പെടുന്നത് ശ്രേണിക്ക് മുകളിൽ ആരെയാണ്? ബ്രാഹ്മണരെയാണ്. ദ ബ്രാഹ്മിൻസ് ആർ പ്ലേസ്ഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഹയറാർക്കി റിഗാർഡഡ് ആസ് റിച്വലി പ്യുവർ ഓർ സുപ്രീം. The untouchable considered most impure are the lowest rank of the hierarchy. അതേപോലെ തന്നെ പിന്നീട് എന്താ പറയുന്നത്? അൺടച്ചബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? തൊട്ടുകൂടായ്മ. അപ്പൊ തൊട്ടുകൂടായ്മ ഉള്ളവരെ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? ലോവസ്റ്റ് റാങ്ക് ഓഫ് ദ ഹയറാർക്കി. ശ്രേണിയുടെ ഏറ്റവും താഴേക്കിടയിലുള്ളവരായിട്ടാണ് അൺടച്ചബിലിറ്റിയെ കണക്കാക്കുന്നത്, തൊട്ടുകൂടാത്തവരെ പരിഗണിക്കുന്നത്. അൺടച്ചബിൾ കൺസിഡേർഡ് മോസ്റ്റ് ഇമ്പയർ ആർ ദ ലോവസ്റ്റ് റാങ്ക് ഓഫ് ദ ഹയറാർക്കി. ഹയറാർക്കിയുടെ തൊട്ടു താഴെയുള്ളവരായിട്ടാണ് അൺടച്ചബിലിറ്റി തൊട്ടുകൂടാത്തവരെ പരിഗണിക്കുന്നത്. In between the Kshatriya followed by the Vaishya, the caste occupies specific status in overall framework of caste hierarchy. അതുകൊണ്ട് തന്നെ ജാതി ശ്രേണിയുടെ മൊത്തത്തിലുള്ള ചട്ടക്കൂടിൽ ജാതികളെ ഒരു പ്രത്യേക പദവി വഹിക്കുന്നു. നമുക്കറിയാം
ബ്രാഹ്മണൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്ഷത്രിയരും അതിനെ ഫോളോ ചെയ്തിട്ട് വൈശ്യരുമാണ് ഉള്ളത്. അതിന് താഴെയാണ് പിന്നെ ആര് വരിക, ശൂദ്രാസ് വരിക. അപ്പൊ അങ്ങനെ എന്താണ് ഇവിടെ പറയുന്നത്, ജാതി ശ്രേണിയുടെ മൊത്തത്തിലുള്ള ചട്ടക്കൂടിൽ ജാതികൾ ഒരു പ്രത്യേക പദവി വഹിക്കുന്നു. Thus, the caste occupy a specific status in the overall framework of caste hierarchy. അങ്ങനെ ജാതി ശ്രേണിയുടെ മൊത്തത്തിലുള്ള ചട്ടക്കൂടിൽ ജാതികൾ ഒരു പ്രത്യേക പദവി വഹിക്കുന്നു. ഇതിനെയാണ് ഹയറാർക്കി എന്ന് പറയുക. അടുത്തതാണ് മൂന്നാമത്തെ പോയിന്റ് ആണ് റെസ്ട്രിക്ഷൻ ഓൺ ഫീഡിങ് ആൻഡ് സോഷ്യൽ ഇന്ററാക്ഷൻ. റെസ്ട്രിക്ഷൻ ഓൺ ഫീഡിങ് ആൻഡ് സോഷ്യൽ ഇന്ററാക്ഷൻ. അതായത് ഇവിടെ എന്താണ് റെസ്ട്രിക്ഷൻ ഓൺ ഫീഡിങ് ആൻഡ് സോഷ്യൽ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാമൂഹിക ഇടപെടലും നിയന്ത്രണവും. എന്തിന്? ഫീഡിങ്ങില്. ഫീഡിങ് മീൻസ് ഭക്ഷണക്രമത്തിൽ. ഫീഡിങ് എന്ന് പറഞ്ഞാല് ഭക്ഷണക്രമത്തില് ഉള്ള നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ്. ജാതിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഭക്ഷണക്രമത്തിലുള്ള നിയന്ത്രണങ്ങൾ. കാസ്റ്റിന്റെ തേർഡ് പോയിന്റ് ആണ്, തേർഡ് ഫീച്ചർ ആണ് എന്ത്? ഭക്ഷണക്രമത്തിലുള്ള നിയന്ത്രണങ്ങൾ. Restriction on feeding and social interaction. Rules are laid down which govern the exchange of food, which is also called commensality and social interaction between different castes. വ്യത്യസ്ത ജാതികൾ തമ്മിലുള്ള ഭക്ഷണ കൈമാറ്റത്തെയും സാമൂഹിക ഇടപെടലിനെയും നിയന്ത്രിക്കുന്ന നിയമങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഡിഫറന്റ് ജാതികൾ തമ്മിലുള്ള ഭക്ഷണ കൈമാറ്റത്തെയും സാമൂഹിക ഇടപെടലിനെയും നിയന്ത്രിക്കുന്ന നിയമങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ആൻഡ് ദെൻ ദർ ആർ റിയാക്ഷൻ ഓൺ ദ കൈൻഡ് ഓഫ് ഫുഡ് ദാറ്റ് ക്യാൻ ബി ഈറ്റൻ ടുഗദർ, റിസീവ്ഡ് ഓർ എക്സ്ചേഞ്ച്ഡ് എമംഗ് കാസ്റ്റ്. ജാതികൾക്കിടയിൽ ഒരുമിച്ച് കഴിക്കുന്നതോ സ്വീകരിക്കുന്നതോ കൈമാറ്റം ചെയ്യുന്നതോ ആയ ഭക്ഷണത്തിന് നിയന്ത്രണങ്ങളുണ്ട്. There are restrictions on the kind of food that can be eaten together, received or exchanged among the caste. ജാതികൾക്കിടയിലെ ഒരുമിച്ച് കഴിക്കുന്നതോ സ്വീകരിക്കുന്നതോ കൈമാറ്റം ചെയ്യുന്നതോ ആയ ഭക്ഷണത്തിന് നിയന്ത്രണങ്ങളുണ്ട്. The Brahmin will accept pakka food. Brahmin will accept pakka food. ബ്രാഹ്മണര് എപ്പോഴും കഴിക്കുന്നത് എങ്ങനത്തെ ഫുഡായിരിക്കും? പക്ക പറഞ്ഞ നെയ്യ് ഉപയോഗിച്ചുണ്ടാകുന്ന ഭക്ഷണത്തെയാണ് എന്ത് പറയുന്നത്? പക്ക എന്ന് പറയുന്നത്. പക്ക അതായത് ബ്രാഹ്മൺ എപ്പോഴും എങ്ങനത്തെ ഭക്ഷണമായിരിക്കും കഴിക്കുക എന്നാ പറയുന്നത്? അതായത് ബ്രാഹ്മൺ എപ്പോഴും കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് എങ്ങനത്തെയാണ്? പക്ക ഭക്ഷണമായിരിക്കും. ബ്രാഹ്മിൻസ് കഴിക്കുന്ന ഭക്ഷണം പക്ക ഫുഡായിരിക്കും. പക്ക ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നെയ്യ് ഉപയോഗിച്ചുണ്ടാകുന്ന ഭക്ഷണമായിരിക്കും ബ്രാഹ്മിൻസ് കഴിക്കുന്നത്. ഫുഡ് പ്രിപ്പയർഡ് ഇൻ ഗീ ഫുഡ് പ്രിപ്പയർഡ് ഇൻ ഗീ ഫ്രം എനി കമ്മ്യൂണിറ്റി ബട്ട് കനോട്ട് അക്സെപ്റ്റ് കച്ച ഫുഡ്. അവർ ഒരിക്കലും എന്ത് കഴിക്കാറില്ല എന്നാ പറയുന്നത്? കച്ച ഫുഡ്. ഫുഡ് പ്രിപ്പയർഡ് വെദർ ഹാൻഡ്സ് ഓഫ് അതർ കാസ്റ്റ്. അതായത് ഇവിടെ ബ്രാഹ്മിൻസ് കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് പക്ക ഫുഡായിരിക്കും. നെയ്യ് ഉപയോഗിച്ച് പാകം ചെയ്യുന്ന ഭക്ഷണത്തെയാണ് പക്ക ഫുഡ് എന്ന് പറയുക. അതൊരു അവിടെ വെറും വെജിറ്റേറിയൻ ആണ്, അതല്ലാതെ ഒരിക്കലും നോൺ വെജിറ്റേറിയൻ ഒരിക്കലും ആര് കഴിച്ചിരുന്നില്ല? ബ്രാഹ്മണര് കഴിച്ചിരുന്നില്ല. എന്നാൽ മറ്റ് ജാതിക്കാരുടെ കൈകളിൽ നിന്നും വെള്ളം അതേപോലെ മറ്റു ഭക്ഷണം സ്വീകരിക്കാൻ കഴിയില്ലായിരുന്നു. മാത്രല്ല ഈ അന്യജാതിക്കാര് കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് കച്ച ഫുഡായിരുന്നു. മാത്രല്ല അവരിൽ നിന്നും വെള്ളമോ അതേപോലെ തന്നെ ഭക്ഷണമൊന്നും സ്വീകരിക്കില്ലായിരുന്നു. കൺസെപ്റ്റ് ഓഫ് പൊല്യൂഷൻ പ്ലേസസ് സെവർ റെസ്ട്രിക്ഷൻ ഓൺ ദ എക്സ്റ്റെന്റ് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ. മാത്രല്ല സാമൂഹിക ഇടപെടലിന്റെ വ്യാപ്തിയിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഭക്ഷണത്തിന്റെ മേലുള്ള ആ നിയന്ത്രണത്തെയാണ് എന്ത് പറയുന്നത്? റെസ്ട്രിക്ഷൻ ഓൺ ഫീഡിങ് ആൻഡ് സോഷ്യൽ ഇന്ററാക്ഷൻ. അടുത്ത പോയിന്റ് ആണ്, നാലാമത്തെ പോയിന്റിലേക്ക് നമുക്ക് കടക്കാം. സിവിൽ ആൻഡ് റിലീജിയസ് ഡിസബിലിറ്റി ആൻഡ് പ്രിവിലേജസ് ഓഫ് ഡിഫറെന്റ് സെക്ഷൻ. സിവിൽ ആൻഡ് റിലീജിയസ് ഡിസബിലിറ്റി ആൻഡ് പ്രിവിലേജസ് ഓഫ് ഡിഫറെന്റ് സെക്ഷൻ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കൂ. അതായത് മതപരമായ വൈകല്യങ്ങളും വ്യത്യസ്ത വിഭാഗങ്ങളുടെ പ്രിവിലേജുകളും. സിവിൽ ആൻഡ് റിലീജിയസ് ഡിസബിലിറ്റി ആൻഡ് പ്രിവിലേജസ് ഓഫ് ഡിഫറെന്റ് സെക്ഷൻ.
Each caste is considered to be more or impure than the other in the ritual sense of the term. The ideology of pollution and purity regulate the relationship between different castes significantly. There are several taboos practiced by the superior caste to preserve their ceremonial purity. ആചാരപരമായ അർത്ഥത്തിൽ ഓരോ ജാതിയും മറ്റൊന്നിനേക്കാൾ ശുദ്ധമോ അശുദ്ധമോ ആയി കണക്കാക്കുന്നു. Each caste is considered to be more pure or impure than the other in the ritual sense of the term. ആചാരപരമായ അർത്ഥത്തിൽ ഓരോ ജാതിയെയും എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഒന്നിനേക്കാൾ ശുദ്ധമോ അഥവാ അശുദ്ധമോ ആയിട്ടാണ് കണക്കാക്കുന്നത്. The ideology of pollution and purity regulate the relationship between different castes significantly. മലിനീകരണത്തിന്റെയും വിശുദ്ധിയുടെയും പ്രത്യയശാസ്ത്രം വ്യത്യസ്ത ജാതികൾ തമ്മിലുള്ള ബന്ധത്തെ ഗണ്യമായി നിയന്ത്രിക്കുന്നു. The ideology of pollution and purity regulate the relationship between different castes significantly. മലിനീകരണത്തിന്റെയും വിശുദ്ധിയുടെയും പ്രത്യയശാസ്ത്രം വ്യത്യസ്ത ജാതികൾ നിലവിലുള്ള ബന്ധത്തെ ഗണ്യമായി നിയന്ത്രിക്കുന്നു. The ideology of pollution and purity regulate the relationship between different castes significantly എന്ന് പറയുന്നത് അതായത് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മലിനീകരണം. അതേ പ്യൂരിറ്റി പറഞ്ഞാലും അപ്പൊ ഐഡിയോളജി ഓഫ് പൊല്യൂഷൻ ആൻഡ് പ്യൂരിറ്റി മലിനീകരണത്തിന്റെയും വിശുദ്ധിയുടെയും പ്രത്യയശാസ്ത്രം ഐഡിയോളജി വ്യത്യസ്ത ജാതികൾ തമ്മിലുള്ള ബന്ധത്തെ നിയന്ത്രിക്കുന്നു. മാത്രല്ല these are several taboos practiced by the superior caste or preserve their ceremonial purity. ആചാരപരമായ വിശുദ്ധി നിലനിർത്തുന്നതിന് ഉയർന്ന ജാതിക്കാർ പാലിക്കുന്ന നിരവധി വിലക്കുകളുണ്ട്. അപ്പൊ ആചാരപരമായിട്ടുള്ള റിച്വലായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്നതിന് ഉയർന്ന ജാതിക്കാര് പാലിക്കുന്ന നിരവധി വിലക്കുകൾ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. Caste considered ritually impure was subject to manifold disability. For example, they were forbidden to use public road, public well or enter Hindu temple. ആചാരപരമായി അശുദ്ധമായി കണക്കാക്കപ്പെട്ടിരുന്ന ജാതിക്കാരെ പലതരം വൈകല്യങ്ങൾക്ക് വിധേയരാക്കി. അതായത് ആചാരപരമായിട്ട് അശുദ്ധമായി കണക്കാക്കിയിരുന്ന കാസ്റ്റിനെ പലതരത്തിലുള്ള ഡിസബിലിറ്റി ആയി കണക്കാക്കി. അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. പൊതുവഴികളിലൂടെ താഴ്ന്ന ജാതിക്കാര് പൊതുവഴിയിലൂടെ സഞ്ചരിക്കാൻ പാടില്ല, കിണർ ഉപയോഗിക്കാൻ പാടില്ല, അതേപോലെ തന്നെ പിന്നെന്താ പറയുന്നത്, റോഡുകൾ ഉപയോഗിക്കാൻ പാടില്ല, മാത്രല്ല ഹിന്ദു ക്ഷേത്രങ്ങളിലേക്ക് കടക്കാൻ പാടില്ല. അത്തരത്തിലൊക്കെ ഉള്ള ഒരുപാട് ഡിസബിലിറ്റി അതായത് ദുർബലതകൾ ആരിൽ മേൽ അടിച്ചേൽപ്പിച്ചു? ഈ താഴേക്കിടയിലുള്ള ആളുകളുടെ മേലെ അടിച്ചേൽപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. കാസ്റ്റ് കൺസിഡേർഡ് റിച്വലി ഇംപ്യൂർ വെർ സബ്ജക്ട് ടു മാനിഫോൾഡ് ഡിസബിലിറ്റി. ഫോർ എക്സാമ്പിൾ, ദേ വെർ ഫോർബിഡൻ ടു യൂസ് പബ്ലിക് റോഡ്, പബ്ലിക് വെൽ എർ എൻ്റർ ഹിന്ദു ടെമ്പിൾ. അതായത് എന്താണ് ഇവിടെ പറയുന്നത്? ആചാരപരമായി അശുദ്ധരായി കണക്കാക്കപ്പെട്ടിരുന്ന ജാതിക്കാരെ പലതരം വൈകല്യങ്ങൾക്ക് വിധേയരാക്കി. അതിന് ഉദാഹരണമാണ് എന്ത്? ഈ താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള ആളുകൾ ഉയർന്ന ജാതിക്കാർ സഞ്ചരിക്കുന്ന റോഡുകളിലൂടെയോ ക്ഷേത്രങ്ങളിലേക്കോ അതേപോലെ തന്നെ കിണറുകളോ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു രീതി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെയാണ് ഇത്തരത്തിലുള്ള വൈകല്യത്തെയാണ് എന്ത് പറയുന്നത്? സിവിൽ ആൻഡ് റിലീജിയസ് ഡിസബിലിറ്റി ആൻഡ് പ്രിവിലേജസ് ഓഫ് ഡിഫറൻറ്റ് സെക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് എടുക്കാനുള്ളത് റെസ്ട്രിക്ഷൻ ഓൺ മാരേജ് ആണ്. അതെന്താ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ കുട്ടികളെ നമ്മൾ 4 പോയിന്റ്സ് പറഞ്ഞു കഴിഞ്ഞു. ഇനി 5ാമത്തെ പോയിന്റ് ആണ് പറയുന്നത് റെസ്ട്രിക്ഷൻ ഓൺ മാരേജ്, വിവാഹത്തിനുള്ള നിയന്ത്രണങ്ങൾ. റെസ്ട്രിക്ഷൻ ഓൺ മാരേജ്, വിവാഹത്തിന്മേലുള്ള നിയന്ത്രണങ്ങൾ. എന്തൊക്കെയാണ് വിവാഹത്തിന്മേലുണ്ടാകുന്ന നിയന്ത്രണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതും ഈ വിവാഹത്തിന്മേലുണ്ടാകുന്ന നിയന്ത്രണം എന്ന് പറയുന്നതും കാസ്റ്റിൻ്റെ മറ്റൊരു ഫീച്ചേഴ്സ് ആയിട്ടാണ് പറയുന്നത്. റെസ്ട്രിക്ഷൻ ഓൺ മാരേജ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളൂ. അപ്പോൾ റെസ്ട്രിക്ഷൻ ഓൺ മാരേജ് എന്ന് പറയുമ്പോൾ വിവാഹത്തിന്മേലുള്ള നിയന്ത്രണങ്ങൾ. Endogamy or marriage within one's own caste or subcaste is an essential feature of caste system. അതായത് സ്വന്തം ജാതിയിലോ ഉപജാതിയിലോ ഉള്ള വിവാഹം ജാതി വ്യവസ്ഥയുടെ അനിവാര്യ സവിശേഷതയാണ്. എൻഡോഗമി പറഞ്ഞാൽ
എൻഡോഗമി മാരേജ് പറഞ്ഞാൽ എന്താ? സ്വന്തം ജാതിയിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കുക. അപ്പം ഈ മാരേജിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? എൻഡോഗമി ഓർ മാരേജ് വിത്തിൻ വൺ സോവൺ കാസ്റ്റ് ഓർ സബ് കാസ്റ്റ് ഈസ് ആൻ എസെൻഷ്യൽ ഫീച്ചർ ഓഫ് കാസ്റ്റ് സിസ്റ്റം. സ്വന്തം ജാതിയിലോ ഉപജാതിയിലോ ഉള്ള വിവാഹം ജാതി വ്യവസ്ഥയുടെ ഒരു അനിവാര്യ സവിശേഷതയാണ്. സ്വന്തം ജാതിയിൽ നിന്ന് തന്നെ വിവാഹം ചെയ്യുന്നത് ജാതി വ്യവസ്ഥയുടെ ഒരു അനിവാര്യമായ സവിശേഷതയായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്. Generally, people get married within their own caste or subcaste. അതേപോലെ തന്നെ ആളുകൾ സ്വന്തം ജാതിയിലോ ഉപജാതിയിലോ ഉള്ള വിവാഹങ്ങളാണ് നടത്തുന്നത്. അപ്പോൾ ആളുകൾ എപ്പോഴും സ്വന്തം ജാതിയിലോ അല്ലെങ്കിൽ ഉപജാതി, അതായത് നമ്മളുടെ ജാതിയുമായി ബന്ധപ്പെട്ട ഏകദേശം അടുപ്പമുള്ള ജാതിയുമായിട്ടുള്ള വിവാഹമാണ് പൊതുവെ നടത്താറുള്ളത്. However, there were a few exceptions. പിന്നെ മാത്രം എന്താണ് ഇവിടെ പറയുന്നത്? അല്ലാത്ത തരത്തിലുള്ള വിവാഹങ്ങൾ ഫ്യൂ എക്സ്പെക്ഷൻ അപവാദങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു. In some religion of India, the upper caste men could marry lower caste women. അതായത് ഇന്ത്യയിലെ ചില പ്രദേശങ്ങളിൽ ഉയർന്ന ജാതിക്കാരായ പുരുഷന്മാർ താഴ്ന്ന ജാതിക്കാരായ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വിവാഹത്തെ എന്താണ് വിളിക്കുന്നത്? ഹൈപ്പർഗമി എന്നാണ് അറിയപ്പെടുക. പക്ഷെ ഇത്തരത്തിലുള്ള വിവാഹം എന്തുണ്ടാക്കാൻ കാരണമാകും? എക്സ്പെക്ഷൻ അഥവാ അപവാദം ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു. ഇപ്പോൾ എൻഡോഗമി എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം കാസ്റ്റിലുള്ള ആളെ തന്നെ വിവാഹം ചെയ്യുക. പുരുഷനും സ്ത്രീയും ഒരേ ജാതിയിൽപ്പെട്ടവരെ തന്നെ വിവാഹം ചെയ്യുന്നതിനെയാണ് എൻഡോഗമി എന്ന് പറയുക. ഹൈപ്പർഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന ജാതിയിലുള്ള പുരുഷൻ താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീയെ വിവാഹം ചെയ്യുക. അപ്പം ഇത്തരത്തിലുള്ള വിവാഹ നിയന്ത്രണങ്ങളും കാസ്റ്റിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ടാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. കാസ്റ്റിൻ്റെ ഫീച്ചേഴ്സിൽ വരുന്ന ഒരു ഘടകമാണ് റെസ്ട്രിക്ഷൻ ഓൺ മാരേജ്. അടുത്ത പോയിന്റാണ് നമ്മൾ പറയുന്നത് lack of unrestricted choice occupation. അനിയന്ത്രിതമായ തൊഴിൽ തെരഞ്ഞെടുപ്പിന്റെ അഭാവം. ലാക്ക് ഓഫ് അൺറെസ്ട്രിക്റ്റഡ് ചോയ്സ് ഓഫ് ഓക്യുപ്പേഷൻ, അതായത് അനിയന്ത്രിതമായ തൊഴിൽ തെരഞ്ഞെടുപ്പിന്റെ അഭാവം. ട്രഡീഷണലി എന്താണ്? അപ്പോൾ നമുക്ക് നോക്കാം. ലാക്ക് ഓഫ് അൺറെസ്ട്രിക്റ്റഡ് ചോയ്സ് ഓഫ് ഓക്യുപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. Traditionally, each caste was associated with an occupation. They were ranked higher and lower on the basis of ritual purity and pollution of their associated occupation. The Brahmins who occupied the uppermost rank were prescribed the duties of acquiring and teaching sacred knowledge and performing sacrifices. അതായത് പരമ്പരാഗതമായി ഓരോ ജാതിയും ഒരു തൊഴിലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം ഓരോ ജാതി ഓരോ തൊഴിലുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുക. ബ്രാഹ്മണൻ എന്ന് പറയുന്നത് പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് അവരെ ബ്രാഹ്മണർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം ഉപജാതികൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ ആശാരിപ്പണി എടുക്കുന്ന ആളുകളെയാണ് ആശാരി എന്ന് പറയുക. തട്ടാൻ്റെ സ്വർണ്ണപ്പണി ചെയ്യുന്ന ആളുകളെ തട്ടാന്മാർ. അങ്ങനെ ജാതിയുമായിട്ടാണ് ഒരു കാലഘട്ടത്തില് പരമ്പരാഗതമായിട്ട് തൊഴിൽ നിലനിന്നിരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ട്രഡീഷണലി ഈച്ച് കാസ്റ്റ് വാസ് അസോസിയേറ്റഡ് വിത്ത് ആൻ ഓക്യുപ്പേഷൻ, അതായത് പരമ്പരാഗതമായി ഓരോ ജാതിയും തൊഴിലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓരോ ജാതിയും പരമ്പരാഗതമായിട്ട് എന്തായിട്ടാണ് നിലനിൽക്കുന്നത്? തൊഴിലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആചാരപരമായ വിശുദ്ധിയും അനുബന്ധമായ തൊഴിലിൻ്റെ മലിനീകരണവും അടിസ്ഥാനമാക്കി അവരെ ഉയർന്നതും താഴ്ന്നതുമായി റാങ്ക് ചെയ്തു. ഉയർന്ന പദവിയിലുള്ള ബ്രാഹ്മണർക്ക് പവിത്രമായ അറിവ് നേടുന്നതിനും പഠിപ്പിക്കുന്നതിനും യാഗങ്ങൾ അനുഷ്ഠിക്കുന്നതിനുമുള്ള കടമകൾ നിർദ്ദേശിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഓരോ ജാതിയും തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആചാരപരമായ വിശുദ്ധിയും അനുബന്ധ തൊഴിലിൻ്റെ മലിനീകരണവും അടിസ്ഥാനമാക്കി അവരെ ഉയർന്നതായിട്ടും താഴ്ന്നതായിട്ടും കണക്കാക്കിയിരുന്നു, റാങ്ക് ചെയ്തിരുന്നു. ഉയർന്ന പദവിയിലുള്ള ബ്രാഹ്മണർ പവിത്രമായ അറിവ് നേടുന്നതിനും അവർ പഠിക്കുന്നതിനും യാഗങ്ങൾ അനുഷ്ഠിക്കുന്നതിനുമുള്ള കടമകൾ നിർദ്ദേശിക്കപ്പെട്ടു. ഇത് എബവ് ഈസ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റം. എന്താണ് പറയുന്നത്? ഈ മുകളിൽ കൊടുത്തിരിക്കുന്നത് ജാതി വ്യവസ്ഥയുടെ ആവശ്യ സവിശേഷതകളുടെ വിശദീകരണമാണ്.
അപ്പൊ ഈ മുകളിൽ പറഞ്ഞ കാര്യം എന്താണ്? ജാതി വ്യവസ്ഥയുടെ ആവശ്യമായിട്ടുള്ളൊരു വിശദീകരണമാണ്. ഹവർ caste structure of several variation of found in it is functioning in different regions of India. പിന്നെന്താണ് പറയുന്നത്? എന്നിരുന്നാലും വിവിധ പ്രദേശങ്ങളിലെ പ്രവർത്തനങ്ങളിൽ കാണപ്പെടുന്നത് പോലെ ജാതിഘടനയ്ക്ക് നിരവധി വ്യതിയാനങ്ങളുണ്ട് ഒരു പ്രാദേശിക യാഥാർത്ഥ്യം എന്ന നിലയിൽ. അപ്പോൾ ഒരു റീജിയണൽ റീജിയൻസ് ഓഫ് ഇന്ത്യ റീജിയൻസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യ പ്രദേശം എന്ന നിലയിൽ എന്താണ് ജാതിഘടനയ്ക്ക് നിരവധി വ്യതിയാനങ്ങളുണ്ട് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെ ആസ് എ റീജിയണൽ റിയാലിറ്റി വൺ ക്യാൻ സോ ഡിഫറെന്റ് പാറ്റേൺ ഓഫ് കാസ്റ്റ് റാങ്കിങ്, കസ്റ്റംസ് ആൻഡ് ബിഹേവിയർ, മാരേജ് റൂൾസ് ആൻഡ് കാസ്റ്റ് ഡോമിനൻസ്. പിന്നെന്താ പറയുന്നത്? ജാതി എന്താണ് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാസ്റ്റ് റാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജാതിയുടെ റാങ്കിങ്ങിൽ വ്യത്യസ്ത പാറ്റേണുകളും ആചാരങ്ങളും പെരുമാറ്റങ്ങളും വിവാഹ നിയമങ്ങളും ജാതി ആധിപത്യവും കാണാൻ കഴിയും. അപ്പൊ ജാതിയുടെ തരംതിരിവില് എന്തെല്ലാം കാണാൻ കഴിയുന്നുണ്ട്? കാസ്റ്റ് റാങ്കിങ്, കാസ്റ്റ് ബിഹേവിയർ, മാരേജ് റൂൾസ്, കാസ്റ്റ് ഡോമിനൻസ് എന്നിവയൊക്കെ കാണാൻ സാധിക്കും. അപ്പൊ ജാതിയുടെ വേർതിരിവിൽ എന്തൊക്കെ കാണാം? ജാതിയെ തരംതിരിക്കുന്നത് കാണാം, കാസ്റ്റ് പലതരത്തിലുള്ള ആചാരങ്ങൾ കാണാം, ബിഹേവിയർ കാണാം, മാരേജ് റൂൾസ് കാണാം, കാസ്റ്റ് ഡോമിനൻസ് കാണാം. ഇതിനെയാണ് ലാക്ക് ഓഫ് അൺറിഫ്ലക്റ്റഡ് ചോയ്സ് ഓഫ് എക്യുപ്പേഷൻ എന്ന് പറയുന്നത്. ആദ്യത്തെ 2 പാരഗ്രാഫാട്ടോ അതിൽ വേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കാസ്റ്റിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. ഞാനിവിടെ പോയിന്റ്സ് മാത്രമേ എഴുതിയിട്ടുള്ളൂ, എക്സ്പ്ലനേഷൻ പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അപ്പൊ കുട്ടികൾ പഠിക്കുമ്പോൾ ആദ്യം പോയിന്റ്സുകൾ നന്നായി പഠിക്കുക, എന്നിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ ക്ലാസ് കേട്ട് മനസ്സിലാക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡൗട്ട് ക്ലിയറൻസ് ചെയ്യുക. ഓക്കെ, അടുത്തത് എന്താ എന്ന് നമുക്ക് പരിശോധിക്കാം. ഹായ് സ്റ്റുഡൻസ്, നെക്സ്റ്റ് ടോപ്പിക്കിലേക്കാണ് കിടക്കുന്നത്. ശ്രദ്ധിച്ചോളൂ. തിയറിറ്റിക്കൽ അപ്രോച്ചസ് ടു ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കാസ്റ്റ്. അതായത് ജാതിയെക്കുറിച്ചുള്ള തിയറിറ്റിക്കൽ സമീപനവും മനസ്സിലാക്കലും. എന്തൊക്കെയാണ് ജാതിയെക്കുറിച്ചുള്ള സമീപനം? അതേപോലെ തന്നെ ജാതിയെ അടിസ്ഥാനമാക്കിയുള്ള മനസ്സിലാക്കലും അതിൻ്റെ സമീപനം എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിൽ ഏകദേശം 3 പോയിന്റ് ആയിട്ടാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ജാതിപരമായിട്ടുള്ള സമീപനവും മനസ്സിലാക്കലും എന്ന് പരിശോധിക്കുമ്പോൾ 3 പോയിന്റ്സ് ആണ് അതിൽ വരുന്നത്. ഞാൻ അവിടെ എഴുതിയിട്ടിട്ടുണ്ട്. ദ attributional approach to caste analysis, caste in terms of various immutable characteristics of caste. Immutable characteristics of caste. The sociologists such as G.F. Gure, J.H. Hutton, using this approach, define system through its significant features. അതായത് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ജാതിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, ദ ആട്രിബ്യൂഷണൽ അപ്രോച്ച് എന്നാണ് പറയുന്നത്. അപ്പൊ ജാതിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ആട്രിബ്യൂഷണൽ സമീപനം ജാതിയുടെ വിവിധ മാറ്റമില്ലാത്ത സ്വഭാവ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുന്നു. The attributable approach to caste analysis, caste in terms of the various immutable characteristics of caste. ജാതിയെ അടിസ്ഥാനമാക്കിയുള്ള ആട്രിബ്യൂട്ടണൽ സമീപനം ജാതിയുടെ വിവിധ മാറ്റമില്ലാത്ത സ്വഭാവ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുന്നു. അപ്പൊ ജാതിയെ സ്വഭാവ സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആരൊക്കെയാണ് ജാതിയെ കാസ്റ്റിനെ സ്വഭാവ സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യാൻ ശ്രമിച്ചത്? ദ സോഷ്യോളജിസ്റ്റുകളായിട്ടുള്ള G.F. Gure, J.H. Hutton, using approach defined system through significant features. G.F. ഗുറേയും J.F. ഹട്ടൺ തുടങ്ങി സോഷ്യോളജിസ്റ്റുകൾ കാസ്റ്റിനെ വിശകലനം ചെയ്യുകയും ഒരു പ്രധാനപ്പെട്ട സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രത്യേകതകൾ സവിശേഷതകൾ നിർവചിക്കുകയും ചെയ്തു. അപ്പൊ അതിൻ്റെ പ്രധാന സവിശേഷതകളെ നിർവചിക്കുകയും ആരൊക്കെ ചേർന്ന് ചെയ്തു? ഹട്ടനും ഗുറേയും ചേർന്ന്
കാസ്റ്റിനെ കുറിച്ച് വിശകലനം ചെയ്യുകയും അതിന് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് സവിശേഷത നൽകുകയും ചെയ്തു. അതാണ് അതിൻ്റെ തിയററ്റിക്കൽ അപ്രോച്ചസ് ടു ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കാസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് രണ്ടാമത്തെ പോയിന്റാണ്. ഇൻ ഹിസ് ബുക്ക് കാസ്റ്റ് ഇൻ ഇന്ത്യ, Hutton held that the central features of the caste system is endogamy. Around this fact, various restriction and tools are built up. Tools are built up. BUI എന്നാണ് built up. അതെന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഇൻ ഹിസ് ബുക്ക് കാസ്റ്റ് ഇൻ ഇന്ത്യ, രണ്ടാമത്തെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ജാതിയെക്കുറിച്ചുള്ള സമീപനവും മനസ്സിലാക്കലും എന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിന്റിൽ എന്താ? ഇൻ ഹിസ് ബുക്ക് കാസ്റ്റ് ഇൻ ഇന്ത്യ, കാസ്റ്റ് ഇൻ ഇന്ത്യ എന്ന ഹട്ടന്റെ പുസ്തകത്തിൽ, ബുക്കിൽ ജാതി വ്യവസ്ഥയുടെ കേന്ദ്ര സവിശേഷത എൻഡോഗാമിയാണെന്ന് വാദിച്ചു. എന്താണ് എൻഡോഗാമി എന്ന് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരേ മതവിഭാഗത്തിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കുന്നതിനെയാണ് എന്ത് പറയുക? എൻഡോഗാമസ് മാരേജ്. അപ്പോൾ ജാതിയുടെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് എൻഡോഗാമിയാണെന്ന് ആര് വാദിച്ചു? അതായത് ഹട്ടൻ വാദിച്ചു. ഇപ്പൊ കാസ്റ്റ് ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലൂടെ, ഇപ്പൊ കാസ്റ്റ് ഇൻ ഹിസ് ബുക്ക് കാസ്റ്റ് ഇൻ ഇന്ത്യ ആരാ എഴുതിയത്? ഹട്ടൻ. അപ്പൊ ഹട്ടന്റെ കാസ്റ്റ് ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലൂടെ ഹെൽഡ് ദ സെൻട്രൽ ഫീച്ചേഴ്സ് ഓഫ് ദ കാസ്റ്റ് സിസ്റ്റം എൻഡോഗമി അറൌണ്ട് ദ ഫാക്ട് വാല്യൂസ് റെസ്ട്രിക്ഷൻ ആൻഡ് ടൂൾസ് ആർ ബിൽട്ട് അപ്പ്. അതായത് ഹട്ടന്റെ കാസ്റ്റ് ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൽ ഹട്ടൻ ജാതി വ്യവസ്ഥയുടെ കേന്ദ്ര സവിശേഷത എൻഡോഗമിയാണെന്ന് വാദിക്കുകയും ഈ വസ്തുതയെ ചുറ്റിപ്പറ്റിയാണ് വിവിധ നിയന്ത്രണങ്ങളും വിലക്കുകളും കെട്ടിപ്പടുക്കുന്നത്. അപ്പൊ ഈ ഒരു വസ്തുത എൻഡോഗമി എന്ന ഒരു ചിന്തയിലൂടെയാണ് പലതരത്തിലുള്ള ജാതീയമായിട്ടുള്ള വിലക്കുകളും നിയന്ത്രണങ്ങളും നിലനിൽക്കുന്നത്. നമുക്കറിയാം, മറ്റൊരു വിവാഹത്തിൽ നിന്നും മറ്റൊരു കാസ്റ്റിൽ നിന്നും വിവാഹം ചെയ്തു കഴിഞ്ഞാൽ ഒരു അപ്പർ കാസ്റ്റിലുള്ള ഒരാൾ ലോവർ കാസ്റ്റിലുള്ള ഒരാളെ മാരീഡ് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഫീഡ്ബാക്കുകൾ അവർ അനുഭവിക്കേണ്ടി വരും. അതാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു ചിന്താഗതിയാണ്, ഈ ഒരു വസ്തുത, ഈ എൻഡോഗമി എന്ന വസ്തുത നിലനിൽക്കുന്നത് കൊണ്ടാണ് പലതരത്തിലുള്ള നിയന്ത്രണങ്ങളും ഇവിടെ നിലനിൽക്കാനുള്ള കാരണം. ഈ മാരേജിലുള്ള ഈ ഒരു ചിന്ത കാരണം, ഈ ഒരേ സമുദായത്തിൽ നിന്നും ഒരേ ജാതിയിൽ നിന്ന് തന്നെ വിവാഹം ചെയ്യാൻ പാടുള്ളൂ എന്ന ചിന്തയാണ് സമൂഹത്തിൽ ഇന്നും നിലനിൽക്കാൻ കാരണം? ജാതീയപരമായ വേർതിരിവ് നിലനിൽക്കാനുള്ള കാരണം. മനസ്സിലായോ? ജാതീയപരമായിട്ടുള്ള ഈ ഒരു വേർതിരിവ്, വിടവ് നിലനിൽക്കാനുള്ള കാരണം ഏത് കാരണമാണ് എന്നാ പറയുന്നത്? എൻഡോഗമി കാരണമാണ് എന്നാണ് ഹട്ടൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഏത് പുസ്തകത്തിലൂടെയാണ് ഹട്ടൻ അത് ചൂണ്ടിക്കാണിക്കുന്നത്? കാസ്റ്റ് ഇൻ ഇന്ത്യ. ആൻഡ് സെക്കൻഡ് പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. അടുത്ത തേർഡ് പോയിന്റിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഇന്ററാക്ഷണൽ അപ്രോച്ച് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ഹൗ കാസ്റ്റ് are actually ranked with respect to one another in a local empirical context. According to Bailey, caste dynamic and identity are united by the two principles of segregation and hierarchy. Interactional approach taken to account how caste are actually ranked with the respect to one another in a local empirical context. According to Bailey, caste dynamic and identity are united by the two principles of segregation and hierarchy. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഇന്ററാക്ഷണൽ അപ്രോച്ച്, പ്രാദേശിക അനുഭവപരമായ ഒരു സന്ദർഭത്തിൽ ജാതികളെ പരസ്പരം എങ്ങനെ റാങ്ക് ചെയ്യുന്നുവെന്ന് ഇന്ററാക്ഷണൽ സമീപനം കണക്കിലെടുക്കുന്നു. ഇപ്പൊ പ്രാദേശിക അനുഭവപരമായ ഒരു സന്ദർഭത്തിൽ ജാതികളെ പരസ്പരം എങ്ങനെ റാങ്ക് ചെയ്യുന്നു എന്ന് ഇന്ററാക്ഷണൽ സമീപനം കണക്കിലെടുക്കുന്നു. ബെയ്ലിയുടെ അഭിപ്രായത്തിൽ ജാതി ചലനാത്മകതയും സ്വത്വവും വേർതിരിവ്, ശ്രേണി എന്നീ രണ്ട് തത്വങ്ങളാൽ ഏകീകരിക്കപ്പെടുന്നു. അപ്പോൾ ബെയ്ലിയുടെ അഭിപ്രായത്തില് ജാതി ചലനാത്മകതയും സ്വത്വവും വേർതിരിവ്, ശ്രേണി എന്നീ രണ്ടു തത്വങ്ങളാൽ ഏകീകരിക്കപ്പെടുന്നു. ജാതികൾ ഇടപെടലിൽ നിയമങ്ങൾ
പ്രകടിപ്പിക്കുന്നു. ആചാരവും ഏകീകരിക്കപ്പെടുന്നു. മാത്രല്ല ജാതികൾ ഇടപെടലിന്റെ നിയമങ്ങളിൽ പ്രകടിപ്പിക്കുന്ന ആചാരവും അതേപോലെ തന്നെ എന്ത് ചെയ്യപ്പെടുന്നു, മതേതരമായ ശ്രേണിയിലാണ് നിലകൊള്ളുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇന്ററാക്ഷണൽ അപ്രോച്ച് ടേക്കൻ ടു അക്കൗണ്ട് ഹൗ കാസ്റ്റ് ആർ ആക്ച്വലി റാങ്ക്ഡ് വിത്ത് റെസ്പെക്ട് ടു വൺ അനദർ ഇൻ എ ലോക്കൽ എംപിരിക്കൽ കണ്ടസ്റ്റ്. പ്രാദേശിക അനുഭവപരമായ ഒരു സന്ദർഭത്തിൽ ജാതികളെ പരസ്പരം എങ്ങനെ ഹൈറാർക്കി മീൻസ് അതായത് ഉയർന്ന ശ്രേണിയിൽ ചെയ്യുന്നുവെന്ന് ഒരു ഇന്റർനാഷണൽ സമീപനം കണക്കിലെടുക്കുന്നു. ഇപ്പൊ പ്രാദേശികമായ അനുഭവപരമായ ഒരു സന്ദർഭത്തില് ജാതികളെ എങ്ങനെയാണ് റാങ്ക് ചെയ്യുന്നത് എന്ന് ഏത് കണക്കിലെടുക്കുന്നുണ്ട്? ഇന്ററാക്ഷണൽ സമീപനം കണക്കിലെടുക്കുന്നു, ഇന്ററാക്ഷണൽ അപ്രോച്ച് കണക്കിലെടുക്കുന്നു. അതുകൊണ്ട് തന്നെ അക്കോർഡിംഗ് ടു ബെയ്ലി എന്ന് പറയുന്നത് ഒരു സോഷ്യോളജിസ്റ്റ് ആണ്. അക്കോർഡിംഗ് ടു ബെയ്ലിയുടെ അഭിപ്രായത്തിൽ ജാതി ചലനാത്മകതയും ഡൈനാമിക്കും അതേപോലെ തന്നെ പിന്നെ എങ്ങനെയാണ്? അക്കോർഡിംഗ് ടു ബെയ്ലി കാസ്റ്റ് ഡൈനാമിക് ആൻഡ് ഐഡന്റിറ്റി. ജാതി എന്ന് പറയുന്നത് ഡൈനാമിക്കും ഐഡന്റിറ്റിയും നിറഞ്ഞ വേർതിരിവുണ്ട്. അതുകൊണ്ട് ശ്രേണി എന്നീ 2 തത്വങ്ങളാൽ ക്രമീകരിക്കപ്പെടുന്നു. അപ്പോ ബെയ്ലിയുടെ അഭിപ്രായത്തില് അക്കോർഡിംഗ് ടു ബെയ്ലി എന്ന് പറയുന്നത് ഒരു സോഷ്യോളജിസ്റ്റ് ആണ്. ആ സോഷ്യോളജിസ്റ്റിന്റെ അഭിപ്രായത്തില് കാസ്റ്റ് 2 രീതിയിലാണ് കാസ്റ്റിന്റെ ഹൈറാർക്കി തരംതിരിക്കുന്നത് 2 രീതിയിലാണ്. എങ്ങനെയാണ്? ഡൈനാമിക് ആയിട്ടും ഐഡന്റിറ്റി ആയിട്ടും. ഡൈനാമിക് ആൻഡ് ഐഡന്റിറ്റി, ചലനാത്മകമായിട്ടും അതേപോലെ തന്നെ ഐഡന്റിറ്റി ആയിട്ടുമാണ് കാസ്റ്റിനെ ശ്രേണി തിരിക്കുന്നത് എന്നാണ് അഭിപ്രായപ്പെട്ടത്? ബെയ്ലി അഭിപ്രായപ്പെട്ടത്. ഇതാണ് 3ാമത്തെ പോയിന്റിൽ പറയുന്നത്. ഇപ്പൊ എന്താണ് 3ാമത്തെ പോയിന്റിൽ പറയുന്നത്? നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടായിരിക്കും. പ്രാദേശിക അനുഭവപരമായ ഒരു സന്ദർഭത്തിൽ ജാതിക്ക് പരസ്പരം എങ്ങനെ ഹൈറാർക്കി അഥവാ റാങ്ക് ചെയ്യാമെന്നാണ് ഇന്ററാക്ഷണൽ അപ്രോച്ച് കണക്കിലെടുക്കുന്നത്. ഇന്ററാക്ഷണൽ അപ്രോച്ച് കണക്കിലെടുക്കുന്നത്. ബെയ്ലിയുടെ അഭിപ്രായത്തിൽ ജാതിയെ എങ്ങനെ വേർതിരിക്കുന്നത്? ഡൈനാമിക് ആയിട്ടും ഐഡന്റിറ്റി ആയിട്ടുമാണ് ജാതിയെ തരംതിരിക്കുന്നത്, ഏകീകരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് തിയററ്റിക്കൽ അപ്രോച്ച് ടു ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കാസ്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമ്മൾക്ക് എടുക്കാനുള്ള ഭാഗം ജഡ്ജ്മെനി സിസ്റ്റം. ജഡ്ജ്മെനി സിസ്റ്റം എന്താ എന്ന് നമുക്ക് നോക്കാം. എന്താണ് ജഡ്ജ്മെനി സിസ്റ്റം എന്ന്? അതേപോലെ ജഡ്ജ്മെനി സിസ്റ്റത്തിലെ ആദ്യത്തെ പാരഗ്രാഫാണ് ഇവിടെ ടീച്ചർ എഴുതിയിട്ടിട്ടുള്ളത്. അപ്പൊ എന്താണ് ജഡ്ജ്മെനി സിസ്റ്റം നോക്കിക്കോളൂ. ജഡ്ജ്മെനി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് കാസ്റ്റിൽ ഉണ്ടാകുന്ന ഒരു തരംതിരിവ് തന്നെയാണ് ഏത്? ജഡ്ജ്മെനി സിസ്റ്റം. അപ്പൊ ശ്രദ്ധിച്ചോളൂ. The term judgment system was introduced into the Indian social anthropology by William Webster 1937 through his pioneering work. അതായത് എന്താണ് പറയുന്നത് ജഡ്ജ്മെനി സിസ്റ്റത്തിലെ? അതായത് ദ ടേം ജഡ്ജ്മെനി സിസ്റ്റം എന്ന വേർഡ് ആരാണ് രൂപം കൊടുത്തിരിക്കുന്നത്? ഇന്ത്യൻ സോഷ്യൽ ആന്ത്രോപോളജി ബൈ വില്യം ബേസിയർ 1937 ത്രൂ ഹിസ് പൈനിയറിംഗ് വർക്ക്. ഈ ഒരു ജഡ്ജ്മെനി സിസ്റ്റം എന്ന ഈ ഒരു സമ്പ്രദായത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? അതായത് വില്യം വൈസർ 1937. അദ്ദേഹം ഇന്ത്യൻ സാമൂഹിക നരവംശാസ്ത്രത്തിലൂടെയാണ് ഏത് സിസ്റ്റത്തിന് രൂപം കൊടുത്തത്? ജഡ്ജ്മെനി സിസ്റ്റത്തിന് രൂപം കൊടുത്തത്. ഇപ്പൊ വില്യം വൈസർ എന്ന സോഷ്യോളജിസ്റ്റ് അദ്ദേഹം ആന്ത്രോപോളജിയിലൂടെയാണ് ഏതിന് പൈനിയർ എന്ന് പറഞ്ഞാൽ വഴികാട്ടിയായത് ജഡ്ജ്മെനി സിസ്റ്റത്തിനെ അവതരിപ്പിച്ചത്. ആൻഡ് ദെൻ ദ ഹിന്ദു ജഡ്ജ്മെനി സിസ്റ്റം. In his study of a village in Uttar Pradesh,
He discovered how different castes interacted with one another in the production and the exchange of goods and services. It was found that with some variation, the system existed throughout the India. അതായത് ജജ്മനി സിസ്റ്റം എന്ന പദം ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമത്തെക്കുറിച്ചുള്ള തൻ്റെ പഠനത്തിൽ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉൽപാദനത്തിലും കൈമാറ്റത്തിലും വ്യത്യസ്ത ജാതികൾ പരസ്പരം എങ്ങനെ ഇടപഴകുന്നുവെന്ന് അദ്ദേഹം കണ്ടെത്തി. ചില വ്യതിയാനങ്ങളോടെ ഈ സംവിധാനം ഇന്ത്യയിലുടനീളം നിലവിലുണ്ടെന്ന് കണ്ടെത്തി. അപ്പോൾ ഉത്തർപ്രദേശിലെ ഗ്രാമത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കണ്ടെത്തലിൽ പഠനത്തിൽ ചരക്കുകളുടെയും ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയും, അതായത് ചരക്കുകളുടെയും അതേപോലെ തന്നെ സേവനങ്ങളുടെയും ഉൽപാദനത്തിലും കൈമാറ്റത്തിലും വ്യത്യസ്ത ജാതികൾ പരസ്പരം എങ്ങനെ ഇടപഴകുന്നുവെന്ന് അദ്ദേഹം കണ്ടെത്തി. അതാണ് ജജ്മനി സിസ്റ്റത്തിലൂടെ അദ്ദേഹം പറയണത്. അതായത് ഉത്തർപ്രദേശിലെ ഗ്രാമത്തെക്കുറിച്ചുള്ള തൻ്റെ പഠനത്തിൽ ചരക്കുകളുടെയും ഗുഡ്സുകളുടെയും സർവീസസിൻ്റെയും പ്രൊഡക്ഷനിലും എക്സ്ചേഞ്ചിലും വ്യത്യസ്ത ജാതികൾ പരസ്പരം എങ്ങനെ ഇടപഴകുന്നു എന്ന് ആര് കണ്ടെത്തി? നമ്മളുടെ വില്യം വൈസർ കണ്ടെത്തി. അപ്പോൾ ഗ്രാമത്തിലെ ഉൽപാദനത്തിലും കൈമാറ്റത്തിലൊക്കെ സാധനങ്ങളും സേവനങ്ങളുടെയും ഉൽപാദനത്തിലും കൈമാറ്റത്തിലൊക്കെ എങ്ങനെയൊക്കെയാണ് താഴ്ന്ന ജാതികൾ വ്യത്യസ്ത ജാതികൾ പരസ്പരം ഇടപഴകുന്നത് എന്ന് അദ്ദേഹം കണ്ടെത്തി. ചില വ്യതിയാനങ്ങളോടെ ഈ സംവിധാനം ഇന്ത്യയിലുടനീളം നിലവിലുണ്ടെന്നും കണ്ടെത്തി. ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജജ്മനി സിസ്റ്റം. അടുത്തത് അതിൻ്റെ രണ്ടാമത്തെ പാരഗ്രാഫിൽ എന്താ പറയുന്നത് നോക്കാം. Based on the agricultural system of production and distribution of goods and services, Jajmani system is the link between the landowning high caste group and occupational caste. കാർഷിക വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉൽപാദനവും വിതരണവും അടിസ്ഥാനമാക്കി ജജ്മനി സമ്പ്രദായം ഭൂ ഉടമസ്ഥരായ ഉയർന്ന ജാതി വിഭാഗങ്ങളെയും തൊഴിൽ ജാതികളെയും തമ്മിലുള്ള കണ്ണിയാണ്. ഉയർന്ന ജാതിയിൽപ്പെട്ട് ഭൂമി കൈവശം വെച്ചിരിക്കുന്ന കുടുംബങ്ങൾക്ക് ആശാരി, ശുരകൻ, തൂപ്പുകാരൻ തുടങ്ങിയ വിവിധ താഴ്ന്ന ജാതിക്കാർ സേവനങ്ങൾ നൽകുന്ന ഒരു വിതരണ സമ്പ്രദായമാണ് ഏത്? ജജ്മനി സമ്പ്രദായം. ഇപ്പൊ മനസ്സിലായോ? ഉയർന്ന ജാതിക്കാരായിട്ടുള്ള ആളുകളെ ആര് സേവിക്കുക? താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള പല സമൂഹങ്ങൾക്കും ആരൊക്കെയാണ്? ആശാരി, ശുരകൻ, തൂപ്പുകാരൻ തുടങ്ങിയ ആളുകൾ ഉയർന്ന ജാതിക്കാരെ സേവിക്കുന്നതിന് പറയുന്ന പേരാണ് എന്ത്? ജജ്മനി സമ്പ്രദായം. അപ്പൊ ജജ്മനി സമ്പ്രദായം എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഉയർന്ന ജാതിക്കാരുടെ ആര് സേവിക്കുക? താഴ്ന്ന ജാതിക്കാർ സേവിക്കുന്നതിന് പറയുന്ന പേരാണ് ജജ്മനി സമ്പ്രദായം. അപ്പൊ കാർഷിക വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉൽപാദനവും വിതരണവും അടിസ്ഥാനമാക്കി ജജ്മനി സമ്പ്രദായം ഭൂ ഉടമസ്ഥരായ ഉയർന്ന ജാതി വിഭാഗങ്ങളെയും തൊഴിൽ ജാതികളുടെയും തമ്മിലുള്ള ഒരു കണ്ണിയാണ്. ഉയർന്ന ജാതിയിൽപ്പെട്ട ഭൂമി കൈവശം വെച്ചിരിക്കുന്ന കുടുംബങ്ങൾക്ക് താഴ്ന്ന ജാതിയിലുള്ളവരായിട്ടുള്ള ആശാരി, ശൂരകൻ, കാർപ്പൻ്റർ, ബാർബർ, സ്വീപ്പർ എന്നൊക്കെ പറയുന്നുണ്ട്. അവരൊക്കെ അവരുടെ സേവനം ആർക്ക് അർപ്പിക്കുകയാണ്? ഉയർന്ന ജാതിക്കാരന് അർപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ജജ്മനി സമ്പ്രദായം എന്ന് പറയുന്നത്. അതിലെ മൂന്നാമത്തെ പാരഗ്രാഫാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് എക്കണോമിക്, social and ritual ties between different caste group in the village. അതേപോലെ തന്നെ ഗ്രാമത്തിലെ വിവിധ ജാതി വിഭാഗങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക, സാമൂഹിക, ആചാരപരമായ ബന്ധങ്ങളുടെ ഒരു സംവിധാനമാണിത്. ഗ്രാമത്തിലെ വിവിധ ജാതി വിഭാഗങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക, സാമൂഹിക, ആചാരപരമായിട്ടുള്ള ബന്ധങ്ങളുടെ ഒരു സംവിധാനമാണിത്. ഈ സംവിധാനത്തിന് കീഴിൽ രക്ഷാധികാരികളും സേവന ജാതികളുമുണ്ട്. ജാതിക്ക് ഒരു തൊഴിലുമായി പരമ്പരാഗതമായി ബന്ധമുള്ളതിനാൽ ഒന്നിലധികം സേവനങ്ങൾ തേടുന്നതിന് ജാതികൾ പരസ്പരം ആശ്രയിച്ചിരുന്നു. അപ്പൊ ജാതിക്ക് ഏത് ജാതിയും തൊഴിലുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജാതിക്ക് തൊഴിലുമായി പരമ്പരാഗതമായിട്ട് ട്രഡീഷണൽ ആയിട്ട് റിലേഷൻ
ഉള്ളതിനാൽ ഒന്നിലധികം സേവനങ്ങൾ തേടുന്നതിന് ജാതികൾ പരസ്പരം ആശ്രയിച്ചിരുന്നു. കൂടാതെ 4th പാരഗ്രാഫിൽ പറയാണ്, ദ സർവീസിംഗ് കാസ്റ്റ് ആർ കാൾഡ് കാമിൻ. സേവക ജാതിക്കാരെ കാമിൻ എന്നും സേവിക്കുന്ന ജാതിക്കാരെ ജജുമാൻ എന്നുമാണ് വിളിച്ചിരുന്നത്. സേവന ജാതിക്കാരെ, സേവനം ചെയ്യുക, അതായത് സർവീസ് ചെയ്യുക, അവരേനെ കാമിൻ എന്നും, ആ സേവനം കൈപ്പറ്റുന്നവരെ, ആ സേവിക്കുന്ന ജാതിക്കാരേനെയാണോ സേവിക്കുന്നത് അവരേനെ എന്താ വിളിക്കുക, ജജുമാൻ എന്നുമാണ് വിളിച്ചിരുന്നത്. അപ്പൊ സേവനങ്ങൾക്ക്, സേവക ജാതികൾക്ക് പണമോ വസ്തുക്കളോ വസ്ത്രങ്ങൾ, പാൽ, എണ്ണ, വെണ്ണ തുടങ്ങിയ മറ്റ് വേതനങ്ങളും മറ്റു ഉൽപ്പന്നങ്ങളും വേതനം നൽകിയിരുന്നു. ഇപ്പൊ ജജുമനി സമ്പ്രദായത്തിലെ സേവന ജാതിക്കാരെ കാമിൻ എന്നും സേവനം വാങ്ങുന്നവരെ, സേവിക്കുന്ന ജാതിക്കാരേനെ എന്താ വിളിക്കുക, സേവക ജാതിക്കാര് പറഞ്ഞാൽ താഴ്ന്ന ജാതിക്കാര്, സേവിക്കുന്ന ജാതിക്കാര് പറഞ്ഞാൽ ഉയർന്ന ജാതിക്കാര്, അവരേനെ കാമിൻ എന്നാണ് വിളിച്ചിരുന്നത്. അത് മാത്രമല്ല, ഈ സേവനം കൈപ്പറ്റുന്ന സേവക ജാതികൾ ഈ സേവനങ്ങൾ കൈപ്പറ്റുന്ന ആളുകൾ ഉണ്ടാവില്ലോ, അവര് എന്ത് ചെയ്യും, ഈ സേവക ജാതിക്കാർക്ക് എന്ത് കൊടുക്കും, പണമായിട്ടും ധാന്യങ്ങളായിട്ടും വസ്ത്രങ്ങളായിട്ടും പാലായിട്ടും വെണ്ണയായിട്ടൊക്കെ വേതനങ്ങൾ നൽകിയിരുന്നു. വടക്ക് മേഖലയിലെ രജപുത്ര, ഭൂമിഹാർ, ജാട്ട് എന്നിവരാണ് ഇത്തരത്തിലുള്ള രീതികൾ സ്വീകരിച്ചിരുന്നതായിട്ട് അറിയപ്പെടുന്നത്. ഇതിനെയാണ് ജജുമാനി സമ്പ്രദായം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ക്ലാസ് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ഡിസ്കഷൻ നടത്തുക. അപ്പോൾ നിങ്ങൾക്ക് ജജുമാനി സമ്പ്രദായം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇത് ഉത്തർപ്രദേശിലാണ് ഇത്തരം സമ്പ്രദായങ്ങൾ ആദ്യം നിലനിന്നിരുന്നെങ്കിൽ പിന്നീട് ഇന്ത്യയിൽ മൊത്തം, കാരണം ഉയർന്ന ജാതിക്കാരനെ താഴ്ന്ന ജാതിക്കാരൻ സേവിക്കുന്നതിന് തന്നെയാണ് എന്ത് പറയുക, ജജുമാനി സമ്പ്രദായം എന്ന് പറയുന്നത്. ഈ ഒരു രീതിയെക്കുറിച്ച് കൂടുതൽ വ്യക്തമാക്കി തന്നത് നമുക്ക് വില്യം വീഫറാണ്. അദ്ദേഹം ആന്ത്രോപോളജിയിലൂടെയാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്കഷൻ നടത്തിയത്. ഇതാണ് ജജുമാനി സമ്പ്രദായം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഹായ് കുട്ടികളെ, അടുത്ത ടോപ്പിക്കാണ് നമ്മൾ പറയുന്നത് കാസ്റ്റ് ആൻഡ് ക്ലാസ്. കാസ്റ്റും ക്ലാസും, ജാതിയും വർഗവും. കാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജാതി, ക്ലാസ് എന്ന് പറഞ്ഞാൽ വർഗം. രണ്ടും രണ്ടാണ്, എന്നാൽ രണ്ടും ഒരുപോലെ ക്യാരക്ടർ കാണിക്കുന്ന ഘടകങ്ങളുമാണ് അല്ലേ. അപ്പം എന്താണ് കാസ്റ്റും ക്ലാസും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് പരിശോധിക്കാം. ശ്രദ്ധിച്ചോളൂ. Indian society, caste and class have two different forms of social stratification have often been found the overlap with each other. അതായത് എന്താണ് പറയുന്നത്, ഇന്ത്യൻ സമൂഹത്തിൽ കാസ്റ്റും അതേപോലെ തന്നെ സമൂഹത്തിലെ കാസ്റ്റും ക്ലാസും രണ്ട് വ്യത്യസ്തമായ സാമൂഹിക ശ്രേണീകരണമാണ്. അപ്പോൾ ഇന്ത്യൻ സമൂഹത്തിൽ ജാതിയും വർഗവും വ്യത്യസ്ത സാമൂഹിക വർഗീകരണ രൂപങ്ങൾ എന്ന നിലയിൽ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, ബന്ധപ്പെട്ടിരിക്കുന്നു. രണ്ടും എന്താണ്, ഇന്ത്യൻ സൊസൈറ്റി കാസ്റ്റ് ആൻഡ് ക്ലാസ് ആർ ടു ഡിഫറെന്റ് ഫോംസ് social stratification have often been found overlap with each other. അതായത് ഇന്ത്യൻ സമൂഹത്തിലെ വർഗവും അതേപോലെ തന്നെ ജാതിയും സാമൂഹിക വർഗീകരണ രൂപം എന്ന നിലയിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന നിലയിൽ കാസ്റ്റും ക്ലാസും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ജാതിയും വർഗവും ഇന്ത്യൻ സമൂഹത്തിലെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഘടകങ്ങളാണ്. The Indian society, caste and class have two different forms of social stratification. Social stratification എന്ന് പറഞ്ഞാൽ എന്താ, സാമൂഹിക വർഗീകരണത്തിൽ ജാതിയും വർഗവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ യോഗേന്ദ്ര സിംഗ്, ഇവിടെ ഒരു സോഷ്യോളജിസ്റ്റിന്റെ പേരാണ് യോഗേന്ദ്ര സിംഗ്, 1997 യോഗേന്ദ്ര സിംഗ് ഇന്ത്യയിൽ വർഗത്തെ പലപ്പോഴും ജാതി കൊണ്ട് ഉൾക്കൊള്ളുന്നു എന്ന് പരാമർശിക്കുന്നു എന്ന് പറയാണ്. അപ്പോൾ യോഗേന്ദ്ര സിംഗ് മെൻഷൻ ദാറ്റ് ഇന്ത്യ ക്ലാസ് ഇൻ ഓഫ്റ്റൻ
സബ് സമ്മഡ് ബൈ കാസ്റ്റ്. ഇന്ത്യയിൽ വർഗത്തെ പലപ്പോഴും ജാതി കൊണ്ട് ഉൾക്കൊള്ളുന്നുവെന്ന് ആര് പരാമർശിച്ചു? യോഗേന്ദ്ര സിംഗ് പരാമർശിച്ചു. യോഗേന്ദ്ര സിംഗ് 1997 പറയാണ്, ഇന്ത്യയിലെ വർഗത്തെ, ക്ലാസിനെ പലപ്പോഴും കാസ്റ്റ് കൊണ്ട്, ജാതി കൊണ്ട് ഉൾക്കൊള്ളുന്നുവെന്ന്. ജാതി കൊണ്ട് ഉൾക്കൊള്ളുന്ന ഒന്നാണ് വർഗമെന്ന് ആര് പറയാണ്? യോഗേന്ദ്ര സിംഗ് പരാമർശിക്കുന്നു. ആൻഡ് ദെൻ വൈൽ കാസ്റ്റ് ഈസ് perceived as a hereditary group, a social class is a category of people who share a similar socio-economic status in relation to other segments of their community or society. അതേപോലെ തന്നെ ജാതി ഒരു പരമ്പരാഗത ഗ്രൂപ്പായി കണക്കാക്കപ്പെടുമ്പോൾ ഒരു സാമൂഹിക വർഗം എന്നത് അവരുടെ സമൂഹത്തിലൂടെയോ സമൂഹത്തിലെ മറ്റ് വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട സാമാന്യ സാമൂഹിക സാമ്പത്തിക പദവി പങ്കിടുന്ന ആളുകളുടെ ഒരു വിഭാഗമാണ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ഇന്ത്യയിലെ യോഗേന്ദ്ര സിംഗിന്റെ അഭിപ്രായത്തില് ഇന്ത്യയിലെ വർഗത്തെ, ക്ലാസിനെ ഏതുമായി ബന്ധപ്പെടുത്തിയിട്ടാ പറയണത്? കാസ്റ്റുമായി ഉൾക്കൊള്ളുന്നു എന്നാണ് യോഗേന്ദ്ര സിംഗ് പറയുന്നത്. കൂടാതെ ജാതി, കാസ്റ്റ് എന്നത് ഒരു ട്രഡീഷണൽ ഗ്രൂപ്പായി കൺസിഡർ ചെയ്യുമ്പോൾ കാസ്റ്റിനെ, ജാതിയെ ഒരു ട്രഡീഷണൽ ഗ്രൂപ്പായി പരിഗണിക്കപ്പെടുമ്പോൾ സാമൂഹിക വർഗം എന്നത് സമൂഹത്തിലെയോ, അപ്പോൾ ജാതിനെ, കാസ്റ്റിനെ ഒരു ട്രഡീഷണൽ ഗ്രൂപ്പായിട്ട് കൺസിഡർ പരിഗണിക്കപ്പെടുമ്പോൾ ക്ലാസ് അഥവാ വർഗം എന്നത് അവരുടെ സമൂഹത്തിലെയോ മറ്റ് വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട സമാനമായ സാമൂഹിക സാമ്പത്തിക പദവി പങ്കിടുന്ന ആളുകളുടെ ഒരു വിഭാഗമാണ്. അപ്പൊ കാസ്റ്റ് എന്ന് പറയുന്നത്, ജാതി എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ട് ഉള്ള ഒരു ഗ്രൂപ്പാണ് എന്നാ പറയുന്നത്. പാരമ്പര്യമായി കാണപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് കാസ്റ്റ്. എന്നാൽ വർഗം എന്ന് പറയുന്നത് എന്താണ്? സമൂഹത്തിലെ അതായത് സമൂഹത്തിലെയോ മറ്റ് വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് സാമൂഹിക സാമ്പത്തിക പദവി പങ്കിടുന്ന ആളുകളുടെ ഒരു വിഭാഗത്തെയാണ് ക്ലാസ് എന്ന് പറയുന്നത്. രണ്ടുള്ള വ്യത്യാസം മനസ്സിലാക്കൂ. കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പാരമ്പര്യമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്, ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് കാസ്റ്റ്. എന്നാൽ വർഗം എന്ന് പറയുന്നത് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും സമൂഹത്തിൽ ഉണ്ടാകുന്ന ആ ഒരു പദവി, സ്റ്റാറ്റസിനെയാണ് വർഗം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാസ്റ്റും ക്ലാസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും. കാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഗ്രൂപ്പാണ്. എന്നാൽ ക്ലാസ് എന്ന്, വർഗം എന്ന് പറയുന്നത് എന്താണ്? സമൂഹത്തിലെ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും സമൂഹത്തിലുണ്ടാകുന്ന പദവിയെയാണ് ക്ലാസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പിന്നീട് എന്താ പറയുന്നത്? അടുത്തതായിട്ട് വേറൊരു ആളുടെ പേരും കൂടി അവിടെ വ്യക്തമാക്കുന്നുണ്ട്. എന്താണ്? ആൻഡ്രേ ബെറ്റയിൽ 1955 ആൻഡ്രേ ബെറ്റിയൽ on the basis of the study of caste and class supreme in South India found that the relation between caste and class has been dynamic one. അതായത് ആൻഡ്രേ ബെറ്റിലിയൻ 1955 ജാതിയും വർഗവും തമ്മിലുള്ള ബന്ധം ചലനാത്മകമാണെന്ന് കണ്ടെത്തി. രണ്ടും എങ്ങനെയാണ്? ചലനാത്മകമായിട്ടുള്ള ബന്ധമാണ് എന്ന് ആര് കണ്ടെത്തി? ആൻഡ്രേ ബെറ്റിലിയൻ കണ്ടെത്തി. ഇതാണ് ക്ലാസും കാസ്റ്റും തമ്മിലുള്ള വ്യത്യാസമായിട്ട് ഇവിടെ പറയുന്നത് കേട്ടോ. അടുത്ത ടോപ്പിക് നമുക്ക് നോക്കാം. ചേഞ്ച് ആൻഡ് കമ്മ്യൂണിറ്റി വിത്ത് ദ കാസ്റ്റ് സിസ്റ്റം. ചേഞ്ച് ആൻഡ് കമ്മ്യൂണിറ്റി വിത്ത് ദ കാസ്റ്റ് സിസ്റ്റം. എന്താണ് ചേഞ്ച് ആൻഡ് കമ്മ്യൂണിറ്റി വിത്ത് ദ കാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ എന്ന് നോക്കാം. ശ്രദ്ധിച്ചോളൂ. അതായത് കാസ്റ്റ് സിസ്റ്റത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ചേഞ്ച് ആൻഡ് കമ്മ്യൂണിറ്റി വിത്തിൻ കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെ എന്നാണ് ഇവിടെ ചേഞ്ച് ആൻഡ് കമ്മ്യൂണിറ്റി വിത്ത് ദ കാസ്റ്റ് സിസ്റ്റം എന്ന ടോപ്പിക്കിലൂടെ പറയുന്നത്. എന്തൊക്കെ മാറ്റങ്ങളാണ് കാസ്റ്റ് സിസ്റ്റത്തിലൂടെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ശ്രദ്ധിച്ചോളൂ. ഇവിടെ ഒരു ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട്. ബൈ ഡെഫിനിഷൻ, കാസ്റ്റ് സിസ്റ്റം ഈസ് വ്യൂഡ് ആസ് എ റിജിഡ് ആൻഡ് ക്ലോസ്ഡ് സിസ്റ്റം
ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ. അതായത് ഇവിടെ കാസ്റ്റ് സിസ്റ്റത്തെ നിർവചിക്കുന്നത് എങ്ങനെയാണ്? കാസ്റ്റ് സമീപനം അനുസരിച്ച് ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് കർശനവും ക്ലോസ്ഡ് അടഞ്ഞതുമായ ഒരു തരംതിരിക്കൽ സംവിധാനമാണ്. ബൈ ഡെഫിനിഷൻ കാസ്റ്റ് സിസ്റ്റം ഈസ് viewed as a rigid and closed system of stratification. അതായത് ഇവിടുത്തെ നിർവചനം അനുസരിച്ച് ജാതി വ്യവസ്ഥ എന്നത് റിജിഡ് പറഞ്ഞാൽ എന്താ? കർശനവും. ക്ലോസ്ഡ് പറഞ്ഞാൽ എന്താ? അടഞ്ഞതുമായ. അപ്പോൾ കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് അടഞ്ഞതും അതേപോലെ തന്നെ കർശനവുമായിട്ടുള്ള ഒരു തരംതിരിക്കൽ സംവിധാനമാണ്. ബൈ ഡെഫിനിഷൻ കാസ്റ്റ് സിസ്റ്റം ഈസ് viewed as a rigid and closed system of stratification. സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? തരംതിരിക്കൽ. അപ്പോൾ ഇവിടെ ഈ നിർവചനം അനുസരിച്ച് ജാതി വ്യവസ്ഥ കർശനവും അടഞ്ഞതുമായ ഒരു തരംതിരിക്കൽ സംവിധാനമാണ്. ആൻഡ് ദെൻ that there is no movement or mobility from one caste status to the other. അതായത് ഒരു ജാതി പദവിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചലനാത്മകതയോ ഇല്ല. That there is no movement or mobility from one caste status to the other. ഒരു ജാതി പദവിയിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള ചലനാത്മകതയില്ല. And then social mobility is the process by which individual or group move either upward or downward. അതേപോലെ തന്നെ സാമൂഹിക ശ്രേണിയിലെ വ്യക്തികളോ ഗ്രൂപ്പുകളോ സാമൂഹിക പദവിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മുകളിലേക്കോ താഴേക്കോ നീങ്ങുന്ന പ്രക്രിയയാണ് സാമൂഹിക ചലനാത്മകത. അപ്പോൾ സാമൂഹിക ചലനാത്മകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? സാമൂഹിക ശ്രേണിയിലെ വ്യക്തികളോ ഗ്രൂപ്പുകളോ ഒരു സോഷ്യൽ സ്റ്റാറ്റസിൽ നിന്ന് മറ്റൊന്നിലേക്ക് മുകളിലേക്കോ താഴേക്കോ നീങ്ങുന്ന പ്രക്രിയയെ നമുക്ക് എന്തു പറയാം? സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയാം. പക്ഷെ ജാതിയിൽ പൊതുവെ നിലനിൽക്കുന്നില്ല, ഈ ചലനാത്മകത പൊതുവെ നിലനിൽക്കുന്നില്ല. അത് റിജിഡും ക്ലോസ്ഡുമാണ്. അപ്പോൾ ജാതി എന്ന് പറയുന്നത് ഒരു റിജിഡും ക്ലോസ്ഡുമായിട്ടുള്ള ഒരു തരംതിരിവാണ്. എന്നാൽ ഒരു ജാതി പദവിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചലനമില്ല. എന്നാൽ സാമൂഹിക ശ്രേണിയിലെ വ്യക്തികളോ ഗ്രൂപ്പുകളോ ഒരു സാമൂഹിക പദവിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മുകളിലേക്കോ താഴേക്കോ നീങ്ങുന്ന പ്രക്രിയയാണ് സാമൂഹിക ചലനാത്മകത. എന്നാൽ സോഷ്യൽ മൊബിലിറ്റി എന്നതുകൊണ്ട് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? സാമൂഹിക ചലനാത്മകത അഥവാ സോഷ്യൽ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സാമൂഹിക ശ്രേണിയിലെ വ്യക്തികളോ ഗ്രൂപ്പുകളോ ഒരു സാമൂഹിക പദവിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മുകളിലേക്കോ താഴേക്കോ നീങ്ങുന്ന പ്രക്രിയയെയാണ് നമ്മൾ എന്ത് പറയുക? സാമൂഹിക ചലനാത്മകത. From one social status to another in the social hierarchy. In reality, social mobility has been an important feature of caste system. This clearly means that caste system is a dynamic reality with flexibility in terms of the structure and function. അതേപോലെ തന്നെ വാസ്തവത്തിൽ സാമൂഹിക ചലനാത്മകത ജാതി വ്യവസ്ഥയുടെ ഒരു പ്രധാന സവിശേഷതയാണ്. ഇതിനർത്ഥം ജാതി വ്യവസ്ഥ അതിൻ്റെ ഘടനയുടെയും പ്രവർത്തനത്തിൻ്റെയും കാര്യത്തിൽ വഴക്കമുള്ളൊരു ചലനാത്മകത യാഥാർത്ഥ്യം എന്നാണ്. ഇപ്പൊ ജാതി ചലനാത്മകത എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയുടെ ഒരു പ്രധാന സവിശേഷതയാണ്. സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത് കാസ്റ്റ് സിസ്റ്റത്തിന്റെ ഒരു പ്രധാന സവിശേഷതയാണ്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജാതി വ്യവസ്ഥ അതിൻ്റെ ഘടനയുടെയും പ്രവർത്തനത്തിൻ്റെയും കാര്യത്തിൽ വഴക്കമുള്ളൊരു ചലനാത്മക യാഥാർത്ഥ്യമാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ സെക്കൻഡ് പാരഗ്രാഫ് പറയാണ്, ദ കൺസെപ്റ്റ് ഓഫ് Pancreatization, which is basically process of social mobility, was developed by M.N. Srinivas. അതേപോലെ തന്നെ പിന്നെന്താ പറയുന്നത്? ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ശ്രദ്ധിച്ചോളൂ. ദ കൺസെപ്റ്റ് ഓഫ് പാൻക്രിയേറ്റൈസേഷൻ.
ദ കൺസെപ്റ്റ് ഓഫ് സാൻഗ്രൈറ്റൈസേഷൻ ആണ് എന്താ? സംസ്കൃതവൽക്കരണം. ഡെവലപ്ഡ് ബൈ MN ശ്രീനിവാസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജാതി വ്യവസ്ഥയുടെ കാഠിന്യം കുറച്ച് താഴ്ന്ന ജാതിക്കാർക്ക് ഉയർന്ന ജാതിക്കാരെ പോലെ ജീവിക്കാനുള്ള ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി തന്നത് ആരാണ്? MN ശ്രീനിവാസനാണ്. അദ്ദേഹത്തിന്റെ പ്രധാന ഐഡിയോളജിയാണ് സാൻഗ്രൈറ്റൈസേഷൻ. അപ്പൊ ദ കൺസെപ്റ്റ് ഓഫ് Sangritization, which is basically a process of social mobility, was developed by MN Srinivas to describing the dynamic nature of caste system. ജാതി വ്യവസ്ഥയുടെ ചലനാത്മക സ്വഭാവം വിവരിക്കുന്നതിനായി MN ശ്രീനിവാസ് വികസിച്ചെടുത്ത സംസ്കൃതവൽക്കരണം അടിസ്ഥാനപരമായി സാമൂഹിക ചലനാത്മക പ്രക്രിയയാണ്. അപ്പോൾ സോഷ്യൽ മൊബിലിറ്റിയുടെ സാമൂഹികമായ ചലനാത്മകത വിവരിക്കാൻ വേണ്ടി ആരുടെ ആശയമാണ് ഇവിടെ കാണിച്ചു തരുന്നത്? MN ശ്രീനിവാസന്റെ സാൻഗ്രൈറ്റൈസേഷൻ, സംസ്കൃതവൽക്കരണം. അപ്പോൾ ജാതി വ്യവസ്ഥയുടെ ചലനാത്മക സ്വഭാവം വിവരിക്കുന്നതിനായി MN ശ്രീനിവാസ് വികസിപ്പിച്ചെടുത്ത സംസ്കൃതവൽക്കരണം അടിസ്ഥാനപരമായി സാമൂഹിക ചലനാത്മക പ്രക്രിയയാണ്. അതേപോലെ ഇൻ ദ പാത്ത് ബ്രേക്കിംഗ് സ്റ്റഡി റിലീജിയൻ ആൻഡ് സൊസൈറ്റി എമംഗ് ദ കൂർഗ്, MN ശ്രീനിവാസ് എക്സ്പ്ലെയിൻഡ് കാസ്റ്റ് മൊബിലിറ്റി ഇൻ ടേംസ് ഓഫ് കൾച്ചറൽ ഇവാലുവേഷൻ ഓഫ് ബ്രാഹ്മിൺ ബൈ ദ ലോക്കൽ ലോവർ കാസ്റ്റ്. അതായത് MN ശ്രീനിവാസ് തൻ്റെ കൂർഗുകൾക്കിടയിലെ അദ്ദേഹം താമസിച്ചിരുന്നത് ആർക്കിടയിലാണ്? കൂർഗുകൾക്കിടയിൽ. അപ്പോൾ ഈ കൂർഗുകൾക്കിടയിലെ മതവും സമൂഹവും 1952 തൻ്റെ വിപ്ലവകരമായ മതത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും അദ്ദേഹം ഒരു പഠനം നടത്തി 1952. അങ്ങനെ വിപ്ലവകരമായ പഠനത്തിൽ പ്രാദേശിക താഴ്ന്ന ജാതിക്കാർ ബ്രാഹ്മണരെ സാംസ്കാരികമായി അനുകരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജാതി ചലനാത്മകതയെക്കുറിച്ച് വിവരിച്ചു. അപ്പോൾ കൂർഗിലെ ജനവിഭാഗങ്ങളെ കുറിച്ച് അദ്ദേഹം 1952 മതവും സമൂഹവും എന്ന ഒരു വിപ്ലവകരമായ പഠനത്തിൽ താഴ്ന്ന ജാതിക്കാര് ബ്രാഹ്മണരെ പോലെ അനുകരിക്കാൻ ശ്രമിക്കുന്നത് ആര് മനസ്സിലാക്കി? ഈ MN ശ്രീനിവാസ് മനസ്സിലാക്കുകയും അങ്ങനെ അനുകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സാമൂഹിക ചലനാത്മകതയെ വിശദീകരിക്കുകയും ചെയ്തു. അപ്പോൾ കാസ്റ്റ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സോഷ്യൽ മൊബിലിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സോഷ്യൽ മൊബിലിറ്റി, സാമൂഹിക ചലനാത്മകത പറഞ്ഞാൽ എന്താണ്? താഴ്ന്ന ജാതിക്കാര് ഉയർന്ന ജാതിക്കാരെ പോലെ അനുകരിക്കുന്ന രീതി തുടങ്ങി അനുകരണശീലം അവരിലും ഉണ്ടായി. അങ്ങനെ അവരിലും പല രീതിയിലും മാറ്റം, ഭക്ഷണ രീതിയിലും വസ്ത്ര രീതിയിലും ഭാഷാ രീതിയിലും തൊഴിൽ രീതിയിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടായതായിട്ട് ആരിലൂടെ MN ശ്രീനിവാസ് കണ്ടെത്തി? കൂർഗിലെ ജനവിഭാഗത്തിലൂടെ അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹം ഏത് പഠനത്തിലൂടെയാണ്? റിലീജിയൻ ആൻഡ് സൊസൈറ്റി എന്ന പഠന വിഭാഗത്തിലൂടെയാണ് അദ്ദേഹം ഈ ഒരു മാറ്റം കണ്ടെത്തിയത്. മതവും സമൂഹവും എന്ന പഠനത്തിലൂടെയാണ് അദ്ദേഹം ഈ ഒരു മാറ്റം കണ്ടെത്തിയത്. അങ്ങനെ തൻ്റെ വിപ്ലവകരമായ പഠനത്തിൽ പ്രാദേശിക താഴ്ന്ന ജാതിക്കാർ ബ്രാഹ്മണരെ സാംസ്കാരികമായി അനുകരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജാതി ചലനാത്മകതയെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. അതേപോലെ തന്നെ he defined Sangritization as a process by which low Hindu caste or tribal or other group change its custom, ritual, ideology and way of life in the direction of high frequently twice born caste. അതായത് സംസ്കൃതവൽക്കരണത്തെ അദ്ദേഹം നിർവചിച്ചത്. അപ്പോൾ സാൻഗ്രൈറ്റൈസേഷൻ, സംസ്കൃതവൽക്കരണത്തിന് രൂപം കൊടുത്തത് MN ശ്രീനിവാസാണ്. എന്താണ് സംസ്കൃതവൽക്കരണത്തിൽ പറയുന്നത്? ലോവർ കാസ്റ്റ് അപ്പർ ക്ലാസ്സിനെ പോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സാൻഗ്രൈറ്റൈസേഷനെ നിർവചിച്ചത് ഒരു താഴ്ന്ന ഹിന്ദു ജാതി അല്ലെങ്കിൽ ഗോത്രവർഗം അല്ലെങ്കിൽ മറ്റ് വിഭാഗം അതിൻ്റെ ആചാരങ്ങൾ, പ്രത്യയശാസ്ത്രം, ജീവിത രീതി എന്നിവ ഉയർന്നതും പലപ്പോഴും 2 തവണ ജനിച്ചതുമായ ജാതിയിലേക്ക് മാറ്റുന്ന ഒരു പ്രക്രിയ എന്നാണ്. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? ഹി ഡിഫൈൻഡ് സാൻഗ്രൈറ്റൈസേഷൻ ആസ് പ്രോസസ് ബൈ വിച്ച് ലോ ഹിന്ദു കാസ്റ്റ് ഓർ ട്രൈബൽ ഓർ അതർ ഗ്രൂപ്പ്. അതായത് താഴ്ന്ന ഹിന്ദു ജാതിയും ട്രൈബൽസും മറ്റു ഗ്രൂപ്പുകളും
customs, ritual, ideology and way life in the direction of a high frequently twice born caste. എന്താ ടോയ്സ് ബോൺ കാസ്റ്റ് പറഞ്ഞാൽ രണ്ട് ജാതിയിൽ ജനിക്കപ്പെട്ടവർ. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? ടോയ്സ് ബോൺ കാസ്റ്റ്, ടോയ്സ് എന്ന് പറഞ്ഞാൽ രണ്ട്, കാസ്റ്റ് പറഞ്ഞാൽ ജാതി, ബോൺ എന്ന് പറഞ്ഞാൽ ജനനം. അപ്പൊ രണ്ട് ജാതിയിൽ ജനിക്കപ്പെട്ടവർ എന്ന് ഇവരെ എം.എൻ. ശ്രീനിവാസ് പരാമർശിക്കാനുള്ള കാരണം എന്താണ്? ഇവര് താഴ്ന്ന വിഭാഗത്തിൽ ജനിച്ചവരാണെങ്കിലും അവർ സ്വീകരിച്ച രീതികൾ ഏതാണ്? ഉയർന്ന ജാതിക്കാരുടെ രീതികൾ താഴ്ന്ന ജാതിക്കാർ അനുകരിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് എം.എൻ. ശ്രീനിവാസ് താഴ്ന്ന ജാതിക്കാരെ എന്ത് വിളിക്കാൻ കാരണം? ടോയ്സ് ബോൺ കാസ്റ്റ് എന്ന് പറയാനുള്ള കാരണം, രണ്ടു തവണ ജനിച്ചതായ ജാതി എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ മാത്രല്ല, ജനറലി such as changes are followed by a climb to a higher position in the caste hierarchy than the traditionally concerned to the claimant caste by the local community. അതേപോലെ തന്നെ പിന്നെ സാധാരണയായിട്ട് എങ്ങനെയാണ് അത്തരം മാറ്റങ്ങളെ തുടർന്ന് പ്രാദേശിക സമൂഹം പരമ്പരാഗതമായി അവകാശവാദ ജാതിക്ക് വിട്ടുകൊടുക്കുന്നതിനേക്കാൾ ഉയർന്ന സ്ഥാനത്തിനായുള്ള അവകാശം ജാതി ശ്രേണി ഉയർന്നു വരുന്നു. കിഴക്കൻ ഉത്തർപ്രദേശിലെ സോനാപൂർ ഗ്രാമത്തിലെ നോനിയെ കുറിച്ചുള്ള വില്യം റോയിന്റെ പഠനവും കാണിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ സാധാരണയായിട്ട് ഇത്തരം മാറ്റങ്ങളെ തുടർന്ന് പ്രാദേശിക സമൂഹം പരമ്പരാഗതമായി അവകാശവാദം കാരണം ഉയർന്ന ജാതിക്കാരുടെ അതേ രീതി താഴ്ന്ന ജാതിക്കാർ സ്വീകരിക്കാൻ തുടങ്ങിയപ്പോൾ ഉയർന്ന ജാതിക്കാര് ഇത് തങ്ങളുടെ ജാതിയാണ് എന്ന ഒരു അവകാശവാദം ഉന്നയിക്കാൻ തുടങ്ങി എന്നാണ് ആര് പറയുകയാണ് ഇവിടെ? ആരാണ് അത് പറയുന്ന ആള്? വില്യം റോസിന്റെ കണ്ടെത്തൽ. വില്യം റോസ് പറയാണ്, ഇത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം നേരിട്ടപ്പോൾ പരമ്പരാഗതമായി അവകാശവാദ ജാതിക്ക് വിട്ടുകൊടുക്കുന്നതിനേക്കാൾ ഉയർന്ന സ്ഥാനത്തിനായുള്ള അവകാശവാദം ജാതി ശ്രേണിയിൽ ഉയർന്നു വരുന്നു. കിഴക്കൻ ഉത്തർപ്രദേശിലെ സോനാപൂർ ഗ്രാമത്തിൽ ഇത്തരത്തിലുള്ള ഒരു രീതി ഇങ്ങനെ ജാതിയെ കുറിച്ചുള്ള അവകാശവാദം നടന്നതായി വില്യം റോവിന്റെ പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ചേഞ്ച് ആൻഡ് കണ്ടിന്യൂറ്റി വിത്ത് കാസ്റ്റ് സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കാലത്ത് ജാതി അടഞ്ഞതായിരുന്നു, റിജിഡ് ആയിരുന്നു. പക്ഷെ പിന്നീട് സാമൂഹിക ചലനാത്മകത വന്നതോടുകൂടി അത് ജാതി വ്യവസ്ഥയിൽ മാറ്റം ഉണ്ടായി. താഴ്ന്ന ജാതിക്കാരും ഉയർന്ന ജാതിക്കാരെ പോലെ ജീവിക്കാൻ തുടങ്ങി. അതിന് അറിയപ്പെടുന്ന പേരാണ് സംസ്കൃതവൽക്കരണം. അങ്ങനെ സംസ്കൃതവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഒരു കമ്പാരിസൺ ഉയർന്ന ജാതിക്കാരെ പോലെ തന്നെ താഴ്ന്ന ജാതിക്കാരും അവരുടെ ജീവിത രീതികൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി എന്നാണ് എം.എൻ. ശ്രീനിവാസ് പറയുന്നത്. കൂർഗിലെ ജനങ്ങളെയാണ് അദ്ദേഹം ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിച്ചത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ചേഞ്ച് ആൻഡ് കണ്ടിന്യൂറ്റി വിത്ത് കാസ്റ്റ് സിസ്റ്റം എന്ന ടോപ്പിക്കിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനുള്ളത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അർബണൈസേഷനൊക്കെ വന്നതോടുകൂടി ഒരുപാട് മാറ്റം സമൂഹത്തിൽ ഉണ്ടായി എന്നും പറയുന്നുണ്ട്. അർബണൈസേഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് സിറ്റി ആൾസോ ചേഞ്ച്ഡ് ഫങ്ഷനിങ് ഓഫ് ദ കാസ്റ്റ് സിസ്റ്റം. ജാതി വ്യവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ ഏതിന് കഴിഞ്ഞിട്ടുണ്ട്? നഗരവൽക്കരണത്തിന് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സോഷ്യോളജിസ്റ്റുകളുടെയൊക്കെ ഫൈറ്റിങ്ങിലൂടെ ജാതി വ്യവസ്ഥയിൽ ഒരു പരിധി വരെ മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചു എന്നും നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാം. ഇത്രയും കാര്യമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേട്ടോ. ഇനി നമ്മൾക്ക് എടുക്കാനുള്ളത് കാസ്റ്റ് ആൻഡ് പൊളിറ്റിക്സ്, ജാതിയും രാഷ്ട്രീയവും. എന്താണ് ജാതിയും രാഷ്ട്രീയവും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ കുട്ടികളെ, അപ്പോൾ അടുത്ത ടോപ്പിക്കാണ് കാസ്റ്റ് ആൻഡ് പൊളിറ്റിക്സ്, ജാതിയും രാഷ്ട്രീയവും എത്രയധികം പരസ്പരം ബന്ധപ്പെട്ട ഘടകങ്ങളാണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇവിടെ നോക്കൂ, ദ ഫിനോമിനൻ ഓഫ് dominance of one caste over the other was an important factor in the maintenance of the caste system. Dominance എന്നാണ് കേട്ടോ. The phenomenon of dominance.
dominance of one caste over the other was an important factor in the maintenance of the caste system. അതായത് ഇവിടെ എന്താ പറയുന്നത്, ജാതി വ്യവസ്ഥ നിലനിർത്തുന്നതിൽ ഒരു ജാതിയുടെ മേൽ മറ്റൊന്നിൻ്റെ ആധിപത്യം എന്ന പ്രതിഭാസം ഒരു പ്രധാന ഘടകമായിരുന്നു. ജാതി വ്യവസ്ഥ കാസ്റ്റ് സിസ്റ്റം നിലനിർത്തുന്നതിൽ ഒരു ജാതിയുടെ മേൽ മറ്റൊന്നിൻ്റെ ആധിപത്യം, ഒരു കാസ്റ്റിൻ്റെ മേലെ മറ്റൊന്നിൻ്റെ ആധിപത്യം എന്ന ഫിനോമിന എന്ന പ്രതിഭാസം ഒരു പ്രധാന ഘടകമായിരുന്നു. ദ ഫിനോമിനൻ ഓഫ് ഡോമിനൻസ് ഓഫ് വൺ കാസ്റ്റ് ഓവർ ദ അതർ വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ ദ മെയിൻ്റെനൻസ് ഓഫ് ദ കാസ്റ്റ് സിസ്റ്റം. ജാതി വ്യവസ്ഥ നിലനിർത്തുന്നതിൽ ഒരു ജാതിയുടെ മേൽ മറ്റൊന്നിൻ്റെ ആധിപത്യം എന്ന പ്രതിഭാസം ഒരു പ്രധാന ഘടകമായിരുന്നു. And then, traditionally, economic and political dominance coincide with ritual dominance. പരമ്പരാഗതമായി സാമ്പത്തികമായും രാഷ്ട്രീയമായ ആധിപത്യം ആചാരപരമായ ആധിപത്യമായി ഒത്തുചേർന്നു. ഇപ്പോൾ ട്രഡീഷണലായിട്ട് എക്കണോമിക്കലായിട്ടും പൊളിറ്റിക്കലായിട്ടുള്ള ആ ആധിപത്യം ആചാരപരമായിട്ടുള്ള ആധിപത്യമായി ഒത്തുചേർന്നു. ഇപ്പോൾ ട്രഡീഷണലായിട്ട് സാമ്പത്തികമായും രാഷ്ട്രീയപരമായിട്ടുള്ള ആധിപത്യം എന്തായി മാറി, അത് ആചാരപരമായ ഒരു ആധിപത്യമായി മാറി. അപ്പോൾ പരമ്പരാഗതമായി ട്രഡീഷണലായിട്ട് സാമ്പത്തികമായിട്ടും രാഷ്ട്രീയപരമായും ഉണ്ടായ ആധിപത്യമാണ് എന്തായി മാറിയത്, ആചാരപരമായ ആധിപത്യമായിട്ട് മാറിയത്. അക്കോർഡിംഗ് ടു ശ്രീനിവാസ് 1956 1966 ശ്രീനിവാസിന്റെ അഭിപ്രായത്തിൽ, അക്കോർഡിംഗ് ടു ശ്രീനിവാസ് 1956 a caste is said to be dominant when it is numerically the strongest in the village or local area and it economically and politically exercises a great influence. Such factors combine to place a particular caste group in a position of political dominance. അതായത് എന്താ ഇവിടെ ശ്രദ്ധിച്ചോളൂ. അക്കോർഡിംഗ് ടു ശ്രീനിവാസിന്റെ അഭിപ്രായം അനുസരിച്ച് 1966 ഗ്രാമത്തിലോ പ്രാദേശിക മേഖലയിലോ സംഖ്യാപരമായി ഏറ്റവും ശക്തമാകുകയും സാമ്പത്തികമായും രാഷ്ട്രീയമായും വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്യുമ്പോൾ ഒരു ജാതി പ്രബലമാണെന്ന് പറയപ്പെടുന്നു. അത്തരം ഘടകങ്ങൾ സംയോജിപ്പിച്ച് ഒരു പ്രത്യേക ജാതി വിഭാഗത്തെ രാഷ്ട്രീയ ആധിപത്യ സ്ഥാനത്ത് നിർത്തുന്നു. ഇപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താ പറയുന്നത്, ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞു ജാതി വ്യവസ്ഥ നിലനിർത്തുന്നതിൽ ഒരു ജാതിയുടെ മേൽ മറ്റൊരു ആധിപത്യം എന്ന പ്രതിഭാസം പ്രകടമായിരുന്നു. ട്രഡീഷണലായിട്ട് സാമ്പത്തികമായും രാഷ്ട്രീയപരമായ ആധിപത്യമാണ് ആചാരപരമായ ആധിപത്യമായി ഒത്തുചേർന്നത്. ഇനി എൻ ശ്രീനിവാസിന്റെ അഭിപ്രായത്തിൽ 1966 ഗ്രാമത്തിലോ റൂറൽ മേഖലയിലോ അതേപോലെ തന്നെ പ്രാദേശിക മേഖലയിലോ സംഖ്യാപരമായി ഏറ്റവും ശക്തമാകുകയും സാമ്പത്തികമായും രാഷ്ട്രീയമായും വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്യുമ്പോൾ ഒരു ജാതി പ്രബലമാണെന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ ഗ്രാമത്തിലാണെങ്കിലും പ്രാദേശിക തലത്തിലാണെങ്കിലും ഒരു ജാതി പ്രബലമാകുന്നത് എപ്പോഴാണ്, രാഷ്ട്രീയമായി സ്വാധീനം ചെലുത്തപ്പെടുമ്പോൾ. ഇപ്പോൾ എൻ ശ്രീനിവാസന്റെ അഭിപ്രായത്തിൽ ഒരു ജാതി പ്രബലമായി തീരുന്നത് എപ്പോഴാണ് എന്നാ പറയുന്നത്, സാമ്പത്തികമായും രാഷ്ട്രീയമായും വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്യുമ്പോൾ ഒരു ജാതി എന്തായി പറയപ്പെടുന്നു, പ്രബലമാണെന്ന്, ശക്തമാണെന്ന്, സ്ട്രോങ്ങസ്റ്റ് ആണെന്ന് പറയപ്പെടുന്നു. മാത്രമല്ല അത്തരം ഘടകങ്ങൾ സംയോജിച്ച് ഒരു പ്രത്യേക ജാതി വിഭാഗത്തെ രാഷ്ട്രീയ ആധിപത്യ സ്ഥാനത്ത് നിർത്തുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. സെക്കൻഡ് പാരഗ്രാഫിൽ എന്താ പറയുന്നത് നോക്കിക്കോളൂ. സോഷ്യോളജിസ്റ്റ് ഹാവ് അണ്ടർടേക്കൺ political analysis in terms of caste and traced the political development of caste through time. ജാതിയുടെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ ശാസ്ത്രജ്ഞർ സോഷ്യോളജിസ്റ്റുകൾ രാഷ്ട്രീയ വിശകലനം നടത്തുകയും കാലക്രമേണ ജാതിയുടെ രാഷ്ട്രീയ വികാസം കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ
സോഷ്യോളജിസ്റ്റുകള് ജാതിയുടെ അടിസ്ഥാനത്തിൽ സമൂഹശാസ്ത്രജ്ഞർ എന്ത് ചെയ്തു? രാഷ്ട്രീയ വിശകലനം പൊളിറ്റിക്കലായിട്ട് അനലൈസ് ചെയ്യുകയും കാലക്രമേണ ജാതിയുടെ രാഷ്ട്രീയ വികാസം കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ ജാതിയുടെ അടിസ്ഥാനത്തിൽ സോഷ്യോളജിസ്റ്റുകൾ രാഷ്ട്രീയമായ വിശകലനം നടത്തുകയും കാലക്രമേണ ജാതിയുടെ രാഷ്ട്രീയ വികാസം കണ്ടെത്തുകയും ചെയ്തു. Sociologists have undertaken political analysis in terms of caste and traced the political development of caste through time. ജാതിയുടെ അടിസ്ഥാനത്തിൽ സോഷ്യോളജിസ്റ്റുകൾ രാഷ്ട്രീയ വിശകലനം നടത്തുകയും കാലക്രമേണ ജാതിയുടെ രാഷ്ട്രീയ വികാസം കണ്ടെത്തുകയും ചെയ്തു. They have analyzed the role of caste and its linkage to politics to gain political power. രാഷ്ട്രീയ അധികാരം നേടുന്നതിന് ജാതിയുടെ പങ്കിനെയും രാഷ്ട്രീയമായുള്ള അതിൻ്റെ ബന്ധത്തെയും അവർ വിശകലനം ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള അധികാരം നേടുന്നതിന് ജാതിയുടെ പങ്കിനെയും രാഷ്ട്രീയമായുള്ള അതിൻ്റെ ബന്ധത്തെയും വിശകലനം ചെയ്യുന്നുണ്ട്. The system of parliamentary democracy, adult franchise, democratic decentralization, and the system of Panchayat Raj have taken politics down the grassroots level, where caste become a prominent variable in electoral politics. അതേപോലെ തന്നെ പിന്നെന്താണ് അവിടെ പറയുന്നത്? അതേപോലെ പിന്നെ പാർലമെന്ററി ജനാധിപത്യ സംവിധാനം, പാർലമെന്ററി ഡെമോക്രസി, പാർലമെന്ററി ജനാധിപത്യ സംവിധാനം, മുതിർന്നവരുടെ വോട്ടവകാശം, ജനാധിപത്യ വികേന്ദ്രീകരണം, പഞ്ചായത്ത് രാജ് സംവിധാനം എന്നിവ രാഷ്ട്രീയത്തെ താഴെ തട്ടിലേക്ക് കൊണ്ടുപോയി. ഇപ്പൊ രാഷ്ട്രീയത്തെ ഒരു താഴെ തട്ടിലേക്ക് കൊണ്ടുപോയത് എന്താണ്? The system of parliamentary democracy, adult franchise, democratic decentralization, and the system of Panchayat Raj have taken politics down the grassroots level, where caste become a prominent variable in electoral politics. അതായത് പാർലമെന്ററി ജനാധിപത്യ സംവിധാനം, മുതിർന്നവരുടെ വോട്ടവകാശം, ജനാധിപത്യ വികേന്ദ്രീകരണം, പഞ്ചായത്തി രാജ് സംവിധാനം എന്നിവ രാഷ്ട്രീയത്തെ ഒരു താഴെ തട്ടിലേക്ക് കൊണ്ടുപോയി. മാത്രല്ല ദ ഡിമാൻഡ് ഓഫ് ഓർഗനൈസ്ഡ് പാർട്ടി സിസ്റ്റം ഇൻ പൊളിറ്റിക്സ് ഹാവ് ബ്രോക്ട് അബൌട്ട് എ കൊളേഷൻ ഓഫ് കാസ്റ്റ്. മാത്രല്ല അവിടെ ജാതി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഒരു പ്രധാന വേരിയബിളായി മാറി. രാഷ്ട്രീയത്തിലെ സംഘടിത പാർട്ടി സംവിധാനത്തിന്റെ ആവശ്യങ്ങൾ ജാതികളുടെ തരംതിരിവിന് കാരണമായി. മാത്രല്ല the caste has been mobilizing as well as unifying factor for political gain, material welfare, social status and caste alliance. അതേപോലെ തന്നെ ജാതിയുടെ പ്രാധാന്യത്തെ രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കുകയും രാഷ്ട്രീയ നേട്ടങ്ങൾ പൊളിറ്റിക്കൽ ഗെയിൻ ആണ് രാഷ്ട്രീയ നേട്ടങ്ങൾ, മെറ്റീരിയൽ വെൽഫെയർ ഭൗതിക ക്ഷേമം, സോഷ്യൽ സ്റ്റാറ്റസ് സാമൂഹിക പദവി, ജാതി സംഖ്യകൾ തുടങ്ങി എന്നിവയ്ക്കായി അണിനിരത്തുന്നതിനും ഏകീകരിക്കുന്നതുമായ ഘടകമാണ്. അതുകൊണ്ട് തന്നെ കാസ്റ്റിൽ ഈ പൊളിറ്റിക്സ് എന്തിനൊക്കെയാണ് നേതൃത്വം കൊടുത്തത്? ജാതിയുടെയും രാഷ്ട്രീയത്തിൽ ജാതിയുടെ പ്രാധാന്യത്തെയും പ്രോത്സാഹിപ്പിച്ചു. രാഷ്ട്രീയത്തിലെ ജാതിയുടെ പ്രാധാന്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ രാഷ്ട്രീയ നേട്ടങ്ങൾ, ഭൗതിക ക്ഷേമം, സാമൂഹിക പദവി, ജാതി സംഖ്യകൾ എന്നിവയ്ക്കായി അണിനിരത്തുന്നതും ഏകീകരിക്കുന്നതുമായ ഘടകമാണ് ജാതി. The caste has been mobilizing as well as unifying factor for political gain, material welfare, social status and caste alliance. അപ്പോൾ ജാതിയുടെ പ്രാധാന്യത്തെയും പ്രോത്സാഹിപ്പിക്കുകയും രാഷ്ട്രീയ നേട്ടങ്ങൾ, ഭൗതിക ക്ഷേമം, സാമൂഹിക പദവി, ജാതി സംഖ്യകൾ എന്നിവയ്ക്കായി അണിനിരത്തുന്നതിനും ഏകീകരിക്കുന്നതിനും ഉള്ള ഒരു ഘടകമായി ജാതി മാറി. ഇതൊക്കെ ആരാ അഭിപ്രായപ്പെടുന്നത്?
കോത്താരി 1970 കോത്താരിയും അതേപോലെ തന്നെ പിന്നെ ഓറിയന്റൽ ലങ്മാൻ ന്യൂഡൽഹി ഇവരൊക്കെ എഴുതിയ പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ ജാതിയും പൊളിറ്റിക്സും വളരെയധികം ബന്ധം പുലർത്തുന്ന ഘടകങ്ങളാണ്. മാത്രമല്ല വോട്ടവകാശത്തിനും ജനാധിപത്യ വികേന്ദ്രീകരണത്തിനും പഞ്ചായത്ത് രാജ് സംവിധാനത്തിനൊക്കെ താഴെ തട്ടിൽ നിന്ന് ആളുകളെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് രാഷ്ട്രീയത്തെ താഴെ തട്ടിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. മാത്രമല്ല രാഷ്ട്രീയ നേട്ടങ്ങൾ, ഭൗതിക ക്ഷേമം, സാമൂഹിക പദവി, ജാതി സംഖ്യകൾ എന്നിവയ്ക്കായി അണിനിരത്തുകയും ഏകീകരിക്കുകയും ചെയ്തു. അപ്പൊ ആദ്യത്തെ 2 പാരഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ആ 2 പാരഗ്രാഫുമാണ് നിങ്ങൾ കാസ്റ്റ് ആൻഡ് പൊളിറ്റിക്സ് എന്ന ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കേണ്ടത് കേട്ടോ. ആദ്യത്തെ 2 പാരഗ്രാഫും നന്നായിട്ട് പഠിക്കുക, ക്ലാസ് കേൾക്കും ചെയ്യുക. ഓക്കെ, അടുത്തത് നമുക്കൊരു ടോപ്പിക്കും കൂടി എടുക്കാണ്ട് ഈ ചാപ്റ്ററിൽ മെഷേഴ്സ് ടു പ്രോഹിബിറ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, അതായത് ജാതിപരമായിട്ടുള്ള വിവേചനത്തെ ഒഴിവാക്കുന്ന രീതികൾ. മെഷേഴ്സ് ടു പ്രോഹിബിറ്റ് ചെയ്യാൻ ഒഴിവാക്കുക. ഇപ്പം ജാതീയമായ വേർതിരിവിനെ ഒഴിവാക്കുന്നത് എങ്ങനെയൊക്കെ എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതെന്താ എന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, ഹായ് കുട്ടികളെ. അപ്പോൾ നമ്മൾ ഈ യൂണിറ്റിൽ ലാസ്റ്റ് ടോപ്പിക്കിലേക്കാണ് കിടക്കുന്നത്. മെഷേഴ്സ് ടു പ്രോഹിബിറ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. അതായത് ജാതി ചൂഷണത്തിനെ തടയാനുള്ള മെഷേഴ്സുകൾ ഏതൊക്കെ എന്നാണ് ഇവിടെ പറയുന്നത്. മെഷേഴ്സ് ടു പ്രോഹിബിറ്റ് ചെയ്യുക പറഞ്ഞാൽ എന്താ? തടയുക. എന്തിനെ? കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ജാതിപരമായിട്ടുള്ള ചൂഷണത്തെ തടയുന്നതിനുള്ള മെഷേഴ്സുകളെ കുറിച്ചാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പറയുന്നത്. ശ്രദ്ധിച്ചോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ഒരു ടോപ്പിക്. അതാണ് ടീച്ചർ ഇത്രയും എഴുതി പറയുന്നത്. കാരണം വളരെ ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെ ചോദിക്കാൻ സാധ്യത ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് മെഷേഴ്സ് ടു പ്രോഹിബിറ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. ജാതി ചൂഷണത്തിനെ ഒഴിവാക്കുന്നതിനുള്ള മെഷേഴ്സുകൾ എന്തൊക്കെ എന്നാണ് ഇവിടെ ടോപ്പിക്ക്. അവിടെ ശ്രദ്ധിച്ചോളൂ, എന്താ പറയുന്നത്? ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ദ സ്പ്രെഡ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ റീഫോം മൂവ്മെന്റ് played a significant role in emancipation of socially and economically backward caste and classes. അതായത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യാനന്തരം സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന ജാതികളുടെയും വർഗങ്ങളുടെയും വിമോചനത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെയും സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും വ്യാപനം ഒരു പ്രധാന പങ്കുവഹിച്ചു. ഇപ്പൊ സ്വാതന്ത്ര്യാനന്തരം സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും പിന്നോക്കം നിൽക്കുന്ന ജാതികളുടെയും വർഗങ്ങളുടെയും വിമോചനത്തിന് സ്പ്രെഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്നാ പറയണത്. എന്താ സ്പ്രെഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ? വിദ്യാഭ്യാസത്തിന്റെ വ്യാപനവും അതേപോലെ തന്നെ സോഷ്യൽ റീഫോം എന്ന് പറഞ്ഞാൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും വ്യാപനം ഒരു പ്രധാന പങ്കുവഹിച്ചു. അപ്പോൾ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യത്തിന് ശേഷം സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന ജാതികളുടെയും വർഗങ്ങളുടെയും വിമോചനത്തിന് വിദ്യാഭ്യാസത്തിൻ്റെയും സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെയും വ്യാപനം ഒരു പ്രധാന പങ്കുവഹിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് ഏത് തടയാനുണ്ടായ ഫസ്റ്റ് മെഷേഴ്സ്? ജാതി ചൂഷണം തടയാനുണ്ടായിട്ടുള്ള ആദ്യത്തെ മെഷർമെൻ്റ് ആയിട്ട് പറയുന്നത്. അടുത്തത് പറയാണ്, ഇറ്റ് ഈസ് ത്രൂ ദം ആൻഡ് വേരിയസ് അതർ ലീഗൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷേഴ്സ് ദ ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ് ആൻഡ് അതർ ഫാക്ടേഴ്സ് വാസ് പ്രോഹിബിറ്റഡ്. അതേപോലെ തന്നെ ജാതിയുടെയും മറ്റ് ഘടകങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കപ്പെട്ടത് അവരിലൂടെയും മറ്റ് നിയമപരമായ ഭരണഘടനാ നടപടികളിലൂടെയുമാണ്. ഇറ്റ് ഈസ് ത്രൂ ദം ആൻഡ് വേരിയസ് അതർ ലീഗൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷേഴ്സ്. ലീഗൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ നിയമപരമായ ഭരണഘടനാ രീതിയിൽ
legal constitutional measures, the discrimination based on caste and other factors was prohibited. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് ജാതിയുടെയും മറ്റ് ഘടകങ്ങളുടെയും, കാസ്റ്റിന്റെയും മറ്റ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞ ഘടകങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കപ്പെട്ടത് ഏതിലൂടെയാണ്? ഭരണഘടനാപരമായ നടപടികളിലൂടെയാണ്. ഇപ്പൊ ജാതിയുടെയും മറ്റു ഫാക്ടേഴ്സിന്റെയും മറ്റ് ഘടകങ്ങളുടെയും വിവേചനം നിരോധിക്കപ്പെട്ടത് ഏതിലൂടെയാണ്? ലീഗൽ കോൺസ്റ്റിറ്റ്യൂഷനിലൂടെയാണ്. ജാതിയുടെയും മറ്റ് ഫാക്ടേഴ്സിന്റെയും ആ വിവേചനം നിരോധിക്കപ്പെട്ടത്, പ്രോഹിബിറ്റ് ചെയ്യാൻ കഴിഞ്ഞത് ഏതിലൂടെയാണ്? ലീഗൽ കോൺസ്റ്റിറ്റ്യൂഷനിലൂടെയാണ്. അതുകൊണ്ട് തന്നെ our constitution is based on democratic value of equality, liberty, fraternity. നമ്മുടെ ഭരണഘടന ജനാധിപത്യ മൂല്യത്തെ അടിസ്ഥാനപ്പെടുത്തുന്നു. Our constitution is based on, ഭരണഘടന എന്താണ് അവിടെ അടിസ്ഥാനപ്പെടുത്തുന്നത്? ഡെമോക്രാറ്റിക് വാല്യൂ, ജനാധിപത്യ മൂല്യങ്ങൾ. ജനാധിപത്യ മൂല്യങ്ങൾക്കാണ് ഭരണഘടന അവിടെ അടിസ്ഥാനം നൽകുന്നത്. ഇനി എന്താണ് ജനാധിപത്യ മൂല്യം എന്ന് പറഞ്ഞാൽ? ഈക്വാലിറ്റി, സമത്വം, ലിബർട്ടി, സ്വാതന്ത്ര്യം, ഫ്രറ്റേർണിറ്റി, സഹോദര്യം. അപ്പോൾ ജനാധിപത്യ മൂല്യമായിട്ടുള്ള ഈക്വാലിറ്റിക്കും ലിബർട്ടിക്കും ഫ്രറ്റേർണിറ്റിക്കുമാണ് നമ്മുടെ ഭരണഘടന മൂല്യം നൽകുന്നത്, അടിസ്ഥാനം നൽകുന്നത്. ഡെമോക്രാറ്റിക് വാല്യൂസ് ആയിട്ടുള്ള ഈക്വാലിറ്റിക്കും ലിബർട്ടിക്കും ഫ്രറ്റേർണിറ്റിക്കുമാണ് ഭരണഘടന പ്രാധാന്യം കൊടുക്കുന്നത്. ഇറ്റ് ഡസ് നോട്ട് അലോ എനി ഡിസ്ക്രിമിനേഷൻ. ഈ മൂന്ന് ചിന്താഗതികളും അല്ലെങ്കിൽ ഈ മൂന്ന് ഡെമോക്രാറ്റിക് മൂല്യങ്ങളും എന്തിനെ തടയുന്നു? ഇറ്റ് ഡസ് നോട്ട് അലോ എനി ഡിസ്ക്രിമിനേഷൻ. ചൂഷണത്തെ അനുവദിക്കുന്നില്ല. ഈ മൂന്ന് ജനാധിപത്യ മൂല്യങ്ങളും എന്തിനെ അനുവദിക്കുന്നില്ല? ഡിസ്ക്രിമിനേഷനെ അലോവ് ചെയ്യുന്നില്ല. Our constitution is based on democratic values. ഭരണഘടന ജനാധിപത്യ മൂല്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഭരണഘടന മൂല്യം കൊടുക്കുന്ന ഈ ജനാധിപത്യ മൂല്യങ്ങൾ എന്തിനെ അനുവദിക്കുന്നില്ല? ഡിസ്ക്രിമിനേഷനെ അലോവ് ചെയ്യുന്നില്ല. അടുത്തതായിട്ട് ഇവിടെ പറയുന്നത് എന്താ എന്ന് നോക്കിക്കോളൂ. അതായത് ഇൻ ഓർഡർ ടു ഫുൾഫിൽ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ് സെവറൽ ആക്ട് വെർ പാസ്ഡ് ഇൻ ദ പാർലമെന്റ് to end and the exploitative and discriminatory practices against lower caste. താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള ആളുകളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ചൂഷണത്തെയും ഡിസ്ക്രിമിനേഷനെയും എക്സ്പ്ലോയിറ്റേഷനെയും തടയുന്നതിന് വേണ്ടി നമ്മുടെ ഭരണഘടന ഇന്ന് ഒരുപാട് ആക്ടുകൾ, നിയമങ്ങൾ പാസാക്കിയിട്ടുണ്ട്. In order to fulfill the constitutional mandate, several acts were passed. several acts were passed പറഞ്ഞാൽ എന്താണ്? ഒരുപാട് ആക്ടുകൾ പാസ്സാക്കിയിരിക്കുന്നു. ഭരണഘടന എന്തിനു വേണ്ടി? എക്സ്പ്ലോയിറ്റേഷനെയും ഡിസ്ക്രിമിനേഷനെയും തടയുന്നതിനു വേണ്ടി. അതേപോലെ തന്നെ പിന്നെ എന്താ അവിടെ പറയുന്നത് നോക്കൂ. The government of India has enacted law to remove untouchability. It has also brought in many reforms to improve the quality of life of the weaker section of society. The government of India government റിമൂവ് എന്തിനെ തടയുന്നു? അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മയെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റിമൂവ് ചെയ്തു, എടുത്തു കളഞ്ഞു. ഇറ്റ് ഹാസ് ആൾസോ ബ്രോട്ട് ഇൻ മെനി റീഫോം ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് വീക്കർ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. താഴേക്കിടയിലുള്ള സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ള വീക്കർ സെക്ഷൻ ഓഫ് സൊസൈറ്റി പറഞ്ഞാൽ എന്താ? സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ളവരുടെ
താഴേക്കിടയിലുള്ളവരുടെ ജീവിതത്തെ ഇംപ്രൂവ് ദ ക്വാളിറ്റി, അവരുടെ ലൈഫിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ത് റിമൂവ് ചെയ്തു? അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ റിമൂവ് ചെയ്തു. ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? മെഷേഴ്സ് ടു പ്രോഹിബിറ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, കാസ്റ്റിന്റെ ചൂഷണത്തെ തടയുന്നതിന് വേണ്ടിയുള്ള മെഷേഴ്സുകളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇനി കുറച്ച് നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. അതെന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോളൂ. അതായത് ഏതൊക്കെ തരത്തിലുള്ള നിയമങ്ങളാണ് പാസ്സാക്കിയിട്ടുള്ളത് നമുക്ക് നോക്കാം. ദ കോൺസ്റ്റിറ്റ്യൂഷണലി ഗ്യാരണ്ടീഡ് ഫണ്ടമെന്റൽ ഹ്യൂമൻ റൈറ്റ്, ഭരണഘടന ഉറപ്പു നൽകുന്ന അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ. ദ കോൺസ്റ്റിറ്റ്യൂഷണലി ഗ്യാരണ്ടീഡ് ഫണ്ടമെന്റൽ ഹ്യൂമൻ റൈറ്റ്, നമുക്കറിയാം മൗലിക അവകാശങ്ങൾ. ഭരണഘടന നമ്മളുടെ എല്ലാ ആളുകളുടെയും അവകാശങ്ങൾ തുല്യ പ്രാധാന്യത്തോടുകൂടി നിലനിൽക്കുന്നതിന് വേണ്ടി ഭരണഘടന ഉറപ്പു നൽകുന്ന അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ. സെക്കൻഡ് വൺ, ദ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ഇൻ 1915, 1950 തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. ദ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ഇൻ 1915. ആൻഡ് തേർഡ് പോയിന്റ്, the scheduled caste and scheduled tribe prevention of atrocities Act 89. അതേപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ നിയമം 1989 പ്രാബല്യമായി. പട്ടികജാതി പറഞ്ഞ SC, പട്ടിക വർഗ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. പട്ടികജാതി അറിയുമ്പോൾ SC, പട്ടികവർഗ അറിയുമ്പോൾ FT. അപ്പൊ SC ST എന്ന ആ ഒരു ഇത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന ആ കൺസെഷൻ എന്നാണ് പ്രാബല്യത്തിൽ വന്നത് 1989. കാരണം താഴേക്കിടയിലുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 1989 അവർക്ക് സംവരണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഏത് നിയമം പ്രാബല്യത്തിലായത്? ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. അടുത്തതാണ് the provision of reservation in educational institution, employment and other opportunity. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തൊഴിൽ, മറ്റ് അവസരങ്ങൾ എന്നിവയിൽ സംവരണം വ്യവസ്ഥ ചെയ്യുക. അടുത്ത നിയമമാണ് ദ പ്രൊവിഷൻ ഓഫ് റിസർവേഷൻ ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, എംപ്ലോയ്മെന്റ് ആൻഡ് അതർ ഓപ്പർച്യൂണിറ്റി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും തൊഴിൽ മേഖലകളിലും മറ്റ് അവസരങ്ങളിലൊക്കെ എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുക. ആൻഡ് ലാസ്റ്റ് പോയിന്റ് ആണ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ വെൽഫെയർ ആൻഡ് നാഷണൽ കമ്മീഷൻ ഫോർ ദ വെൽഫെയർ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ട്രൈബ് ദ അൺടച്ചബിലിറ്റി. ആക്ട് 1955 റീനെയിംഡ് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്. അതായത് പട്ടികജാതി വർഗക്ഷേമത്തിനായുള്ള സാമൂഹിക ക്ഷേമ വകുപ്പിന്റെയും ദേശീയ കമ്മീഷനുകളുടെയും 1976 പൗരാവകാശ സംരക്ഷണ നിയമം. ഏത് നിയമമാണ്? പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്, പൗരാവകാശ സംരക്ഷണ നിയമം പുനർനാമകരണം ചെയ്യപ്പെട്ട. അതേപോലെ തന്നെ 1955 തൊട്ടുകൂടായ്മ നിയമം. ഈ നിയമങ്ങൾക്കൊക്കെ രൂപം കൊടുത്തു എന്നാണ് പറയുന്നത്. ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ വെൽഫെയർ ആൻഡ് നാഷണൽ കമ്മീഷൻ. ആരാണ് ഈ നിയമങ്ങൾക്കൊക്കെ രൂപം കൊടുത്തത്? സോഷ്യൽ വെൽഫെയർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ വെൽഫെയർ, സാമൂഹിക ക്ഷേമ കമ്മീഷനും നാഷണൽ കമ്മീഷനും ചേർന്ന് ഷെഡ്യൂൾഡ് കാസ്റ്റിനും ട്രൈബിനും സംവരണം, അവരുടെ ക്ഷേമത്തിന് വേണ്ടി രൂപം കൊടുത്ത നിയമമാണ് അൺടച്ചബിലിറ്റി, അവോയ്ഡിങ് അൺടച്ചബിലിറ്റി 1955. അതേപോലെ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്. പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് പറഞ്ഞാൽ എന്താ? പൗരാവകാശ സംരക്ഷണ നിയമം. ഈ നിയമങ്ങളൊക്കെ എന്തിനു വേണ്ടി നൽകിയതാണ്? ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെയും ഷെഡ്യൂൾഡ് ട്രൈബിന്റെയും ക്ഷേമത്തിനായിട്ട് രൂപം കൊടുത്ത നിയമങ്ങളാണ്. ആരാണിത് രൂപം കൊടുത്തത്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ വെൽഫെയറും നാഷണൽ കമ്മീഷനും. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട്. അതെന്താ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ കുട്ടികളെ, നമ്മൾ
മെഷേഴ്സ് ടു പ്രോഹിബിറ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആണ് പറഞ്ഞു കഴിഞ്ഞത്. അതിലെ 3rd പാരഗ്രാഫിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പം അതിൽ ടീച്ചർ കുറച്ച് പോയിന്റുകളൊക്കെ പറഞ്ഞു തന്നു, ഏകദേശം 5 പോയിന്റുകൾ പറഞ്ഞു തന്നു. ഇനി നമ്മൾക്ക് അതിലെ 3rd പാരഗ്രാഫിലൂടെ എന്താണ് അത് വ്യക്തമാക്കുന്നത് എന്ന് നോക്കാം. അതായത് ടീച്ചർ പറഞ്ഞു ഇവിടെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ പ്രോഹിബിറ്റ് ചെയ്യുന്നത് മെഷർ ചെയ്യാണ്. അതിലൂടെ ഒരുപാട് നിയമങ്ങൾ SC/STക്ക് കൺസെഷൻ കൊടുക്കുന്നതിനും അൺടച്ചബിലിറ്റി ഒഴിവാക്കുന്നതിനും അതേപോലെ തന്നെ ഹ്യൂമൻ റൈറ്റുകൾ നിലനിർത്തുന്നതിനും അങ്ങനെ ഒരുപാട് നിയമങ്ങളും സാമൂഹിക ക്ഷേമത്തിന് വേണ്ട നിയമങ്ങളൊക്കെ വന്നു എന്നൊക്കെ ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു. ഇനി ആ 3rd പാരഗ്രാഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് SC/ST ആക്ട് 1989 is one of the important measures to check, deter and prevent activity against them. അതായത് 1989 ഏത് ആക്റ്റാണ്? SC/ST നിയമം അവർക്കെതിരായ പ്രവർത്തനങ്ങൾ പരിശോധിക്കുന്നതിനും തടയുന്നതിനും ഉള്ള ഒരു പ്രധാന നടപടിയാണ്. 1989 SC/ST ആക്ട് അവർക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ പരിശോധിക്കുന്നതിനും തടയുന്നതിനുമുള്ള ഒരു പ്രധാന നടപടിയായിട്ടാണ് അതിനെ കാണുന്നത്. ശ്രദ്ധിച്ചോളൂ, SC/ST ആക്ട് 1989 is one of the important measures to check, deter and prevent activity against them. 1989 SC/ST നിയമം അവർക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ പരിശോധിക്കുന്നതിനും തടയുന്നതിനുമുള്ള ഒരു പ്രധാന നടപടിയാണ്. There is also an act 2013 for the prohibition of employment of manual scavengers and their rehabilitation. അതേപോലെ തന്നെ പുനരധിവാസത്തിനായി 2013 ഒരു നിയമവുമുണ്ട്. There is also an act 2013 for prohibition of employment of manual scavengers and their rehabilitation. അതായത് 2013 ഒരു നിയമം പുറത്തിറങ്ങി അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി. മാത്രമല്ല സംരക്ഷണ ഉപകരണങ്ങളില്ലാതെ സ്കാവഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? തോട്ടിപ്പണി, അഴുക്കുചാലുകളും മറ്റ് ടാങ്കുകളും കൈകൊണ്ട് വൃത്തിയാക്കൽ, വൃത്തിഹീനമായ ശൗചാലയങ്ങൾ നിർമ്മിക്കൽ എന്നിവ നിരോധിക്കുക. അപ്പോൾ ഏത് ആക്ട് പ്രകാരം? 2014 പുനരുദ്ധാരണ നിയമപ്രകാരം ഈ സ്കാവഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതായത് താഴേക്കിടയിലുള്ള ആളുകളെ കൊണ്ടായിരുന്നു ഈ തോട്ടിപ്പണി ചെയ്യിപ്പിച്ചിരുന്നത്. അതായത് പൊതു ശൗചാലയങ്ങൾ വൃത്തിയാക്കുക, പൊതുസ്ഥലങ്ങൾ വൃത്തിയാക്കുക, അത്തരത്തിലുള്ള ജോലികളിൽ നിന്നും അവരെ ഒഴിവാക്കി എല്ലാവരും അത്തരത്തിലുള്ള ജോലികളിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് ഒരു റീഹാബിറ്റേഷൻ അവർക്കൊരു പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നൽകിയത് ഏത് ആക്ട് പ്രകാരമാണ്? 2013 ആക്ട് പ്രകാരമാണ്. അതേപോലെ തന്നെ The Constitution of India provides measures for protective discrimination under variation article to facilitate the process of creating an equalitarian society. അതേപോലെ തന്നെ ഈക്വാലിറ്റേറിയൻ സൊസൈറ്റി. അപ്പൊ കുട്ടികളെ ഇവിടെ ഇതുവരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. SC/ST ആക്ട് 1989 ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് മെഷേഴ്സ് ടു ചെക്ക്, ഡിറ്റർ ആൻഡ് പ്രിവെന്റ് ആക്ടിവിറ്റി അഗെയിൻസ്റ്റ് ദം. അതായത് 1989 SC/ST നിയമം അവർക്കെതിരായ പ്രവർത്തനങ്ങൾ പരിശോധിക്കുന്നതിനും തടയുന്നതിനും ഒരു പ്രധാന നടപടിയാണ്. കൂടാതെ പിന്നെന്താണ്? There is also an act 2013 for the prohibition of employment of manual scavengers and their rehabilitation. 2013 നിയമം അനുസരിച്ച് തോട്ടിപ്പണി, അഴുക്കുചാലുകളും ടാങ്കുകൾ, സ്പെറ്റിക് ടാങ്കുകൾ വൃത്തിയാക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നും അവരെ ഒഴിവാക്കുകയും
അവരുടെ തൊഴിൽപരമായ കാര്യങ്ങളിൽ ഒരു പുനരധിവാസം നൽകുകയും ചെയ്തു. മാത്രല്ല അവർക്ക് ബദൽ തൊഴിൽ നൽകുന്നതിനും നിയമം കൊണ്ടുവന്നു എന്നാണ് പറയുന്നത് ഈ ഒരു പാരഗ്രാഫിലൂടെ. അതേപോലെ തന്നെ ഓക്കെ, അടുത്ത പാരഗ്രാഫിൽ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ് മെഷേഴ്സ് ഫോർ പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ അണ്ടർ വാരിയസ് ആർട്ടിക്കിൾ ഫോർ ഫെസിലിറ്റേറ്റ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ഈക്വാലിറ്റേറിയൻ സൊസൈറ്റി. അതായത് ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന വിവിധ ആർട്ടിക്കിളുകൾ പ്രകാരം സംരക്ഷണ വിവേചനത്തിനുള്ള നടപടികൾ നൽകുന്നു. അതായത് ഒരു തുല്യത, ഈക്വാലിറ്റേറിയൻ സൊസൈറ്റി. ഈക്വാലിറ്റേറിയൻ സൊസൈറ്റി പറഞ്ഞാൽ എന്താ? ഒരു തുല്യതാ സമൂഹം സൃഷ്ടിക്കുന്നതിനുള്ള പ്രക്രിയ സുഗമമാക്കുന്നതിന്, ഒരു ഈക്വാലിറ്റേറിയൻ സൊസൈറ്റി സൃഷ്ടിക്കുന്നതിനുള്ള പ്രോസസ്സ് സുഗമമാക്കുന്നതിന് ഇന്ത്യൻ ഭരണഘടന വിവിധ ആർട്ടിക്കിളുകൾ പ്രകാരം സംരക്ഷണ വിവേചനത്തിനുള്ള നടപടികൾ നൽകുന്നു. The Constitution of India provides measures for protective discrimination under various articles to facilitate the process of creating an egalitarian society. തുല്യതാ സമൂഹം സൃഷ്ടിക്കുന്നതിനുള്ള പ്രക്രിയ സുഗമമാക്കുന്നതിന് ഇന്ത്യൻ ഭരണഘടന വിവിധ ആർട്ടിക്കിളുകൾ പ്രകാരം സംരക്ഷണ വിവേചനത്തിനുള്ള നടപടികൾ നൽകുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ ഗിവൻ പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. അതുകൊണ്ട് തന്നെ ഭരണഘടന പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും മുൻഗണന നൽകുന്നു. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഗീവ്സ് പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ്. പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് പറഞ്ഞാൽ എന്താ? പ്രത്യേക പരിഗണന കൊടുക്കുക. ആർക്ക്? SC ST. The Constitution given preferential treatment to SC ST. Thus, reservation was a strategy to give them a share in power, politics, service, employment, and in order to upliftment the socially and economically. അപ്പോൾ ഭരണഘടന SC ST വിഭാഗത്തിന് പ്രത്യേക പരിഗണന കൊടുത്തു. എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ പ്രത്യേകം പരിഗണന കൊടുത്തത്? അതിനാൽ അധികാരം, അതായത് പവർ എന്ന് പറഞ്ഞ അധികാരം, പിന്നെ പൊളിറ്റിക്സ് രാഷ്ട്രീയം, സർവീസസ് സേവനങ്ങൾ എന്നിവ ഉയർത്തുന്നതിനുള്ള ഒരു തന്ത്രമായിരുന്നു സംവരണം. അപ്പോ പവറും പൊളിറ്റിക്സും സർവീസും തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഭരണഘടന SC ST വിഭാഗത്തിന് പ്രത്യേക പരിഗണന നൽകി എന്നാണ് പറയുന്നത്. In 1915, the Constitution provided 12.5% reservation for SC. 1950 1915 കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന 12.5% SC-കാർക്ക് ഷെഡ്യൂൾഡ് കാസ്റ്റിന് റിസർവേഷൻ സംവരണം നൽകി എന്നാ പറയണത്. 1950 ST-കാർക്ക് എത്ര സംവരണ കൊടുത്തത്? 5%. 1950 1950 കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡഡ് നൽകി എന്ത്? 12.5% റിസർവേഷൻ ഫോർ SC ആൻഡ് 5% ഫോർ ST. 5% ST-കാർക്കും 12.5% SC-കാർക്കുമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ 1950 റിസർവേഷൻ നൽകിയത്. ബട്ട് ലേറ്റർ ഇൻ 1917 ഇറ്റ് വാസ് റൈസ്ഡ് ടു 1970 ആയപ്പോഴേക്കും അത് SC-കാർക്ക് 15%, ST-കാർക്ക് 7.5% അത് ഉയർന്നു. അതേപോലെ തന്നെ ദ റിസർവേഷൻ വാസ് പ്രൊവൈഡഡ് ഇൻ ജോബ്, അഡ്മിഷൻ ടു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അതേപോലെ തന്നെ ഇത് റിസർവേഷൻ മറ്റ് സംവരണങ്ങൾ എന്തിലൊക്കെ കൊടുത്തത്? ജോലിയുടെ കാര്യത്തിൽ. എവിടെ? സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയില്
ജോബിന്റെ കാര്യത്തിലും അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ അഡ്മിഷന്റെ കാര്യത്തിലും അഡ്മിഷൻ ടു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അഡ്മിഷന്റെ കാര്യത്തിലൊക്കെ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും എന്ത് നൽകി ഇവർക്ക് റിസർവേഷൻ പരിഗണന അഥവാ സംവരണം നൽകി. Accordingly, all the state government enacted law to provide a reservation for the SC and ST in services and other areas in the state. അതുകൊണ്ട് തന്നെ എല്ലാ സംസ്ഥാന ഗവൺമെന്റിന്റെയും അഭിപ്രായത്തിൽ എല്ലായിടത്തെയും SC STക്കാർക്ക് നിയമപരമായിട്ട് സംവരണം നൽകണം. എല്ലാ സേവന മേഖലയിലും SC ST വിഭാഗത്തിന് റിസർവേഷൻ നൽകണം എന്നാണ് അഭിപ്രായപ്പെട്ടത്. There is special provision for the backward class, അതായത് OBC. അതിനുശേഷം there is special provision for the backward class OBC made in the Constitution of India, wherein the term OBC used for them. Article 15(4) of the Constitution refers to them socially, educationally backward classes. ആർട്ടിക്കിൾ 15(4) പ്രകാരം ഇന്ത്യൻ ഭരണഘടനയിലെ OBCക്കാർക്കും സംവരണം നൽകപ്പെട്ടു. കാരണം ആദ്യം SC STക്കാർക്ക് മാത്രമാണ് റിസർവേഷൻ നൽകിയിരുന്നതെങ്കിൽ ആർട്ടിക്കിൾ 54 പ്രകാരം OBC ബാക്ക്വേർഡ് ക്ലാസസ് എന്നാ പറയുന്നത്. അപ്പൊ OBC സംവരണവും നൽകപ്പെട്ടു. ഏതൊക്കെ കാര്യങ്ങളിൽ? എഡ്യൂക്കേഷണൽ പരമായിട്ടുള്ള കാര്യങ്ങളിൽ OBC സംവരണവും നൽകപ്പെട്ടു എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് OBCകൾക്കായി പ്രത്യേക വ്യവസ്ഥ നൽകി. മാത്രല്ല ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? 15(4) അപ്പൊ 15(4) സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന OBCക്കാരേക്കും എന്ത് നൽകി? റിസർവേഷൻ നൽകി. ഭരണഘടനാ പ്രകാരം റിസർവേഷൻ നൽകി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തായിട്ട് പറയുന്നത്? മെഷേഴ്സ് ടു പ്രോഹിബിറ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ജാതി ചൂഷണത്തെ പ്രോഹിബിറ്റ് ചെയ്യുന്ന മെഷേഴ്സ് ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ വ്യക്തമാക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. നമ്മളുടെ ഈ ഒരു 5ാമത്തെ യൂണിറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾക്ക് 6ാമത്തെ യൂണിറ്റ് സെക്കൻഡ് ബ്ലോക്കിൽ തന്നെ 6ാമത്തെ യൂണിറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പരാമർശിക്കുന്നത് എന്ന് പരിശോധിക്കാം. ഓക്കെ.